ഹായ് ഫ്രണ്ട്സ്, മൂവി സ്റ്റോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2021 റിലീസായ ഹൊറർ, ത്രില്ലർ, മിസ്റ്ററി, ഫാന്റസി എല്ലാം കൂടിയുള്ള ഒരു ഹൊറർ തായ്ലാന്റ് മൂവിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഹൊറർ എന്ന് പറഞ്ഞാൽ വെറും ഹൊറർ അല്ല. ഈ പടം കാണുന്ന നമ്മളെ തന്നെ ആ എക്സ്ട്രീം ലെവലിലോട്ട് കൊണ്ടുപോകും. ഓരോ നിമിഷവും എക്സ്ട്രീം ലെവലിലോട്ട് കൊണ്ടുപോകുന്ന ഹൊറർ സീൻസ് ആണ് ഈ മൂവിയിലുള്ളത്. അതുകൂടാണ്ട് ഈ പടത്തിന്റെ എൻഡിങ് സീൻ വരെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് ഈ പടം കാണുന്ന നമ്മൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ഉള്ള മൂവിയാണ് 2021 റിലീസായ ഹൊറർ ത്രില്ലറായ ദി മീഡിയം. ശരി, നമുക്ക് മൂവിയിലോട്ട് പോകാം. ഇപ്പോഴത്തെ സ്റ്റാർട്ടിംഗ് സീനിൽ നോർത്ത് ഈസ്റ്റ് തായ്ലാന്റ് കാണിക്കുന്നു. അവിടെയുള്ള ഒരു ചെറിയ ഗ്രാമം കാണിക്കുന്നു. ഈ ഗ്രാമത്തിലുള്ള ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും ഭയങ്കര വിശ്വാസികളാണ്. ഇവരെ പറ്റിയുള്ള ഡോക്യുമെന്ററി എടുക്കാനായി ഒരു ചെറിയ ടീം ഈ ഗ്രാമത്തിലോട്ട് വരികയാണ്. ഇവർ വന്നതിന് ശേഷം അവിടെയുള്ള ഒരു ഷാമനെ ഇന്റർവ്യൂ ചെയ്യുകയാണ്. ഷാമൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമങ്ങളിൽ കണ്ടിട്ടില്ലേ, ഒരാളുടെ ശരീരത്തിൽ ദൈവം കയറുക, ദൈവങ്ങളെ പോലെ സംസാരിക്കുക, ദൈവങ്ങളെ പോലെ ഓരോ പ്രവർത്തികൾ ചെയ്യുക, അങ്ങനെയുള്ളവരെയാണ് ഇവിടെ ഷാമൻ എന്ന് വിളിക്കുന്നത്. അങ്ങനത്തെ പവർ ഈ ലേഡിക്കുമുണ്ട്. ഈ ലേഡിയും ഒരു ഷാമനാണ്. ഇവർക്ക് എങ്ങനെയാണ് ഈ ശക്തി കിട്ടിയത് എന്ന് നോക്കിയാൽ പണ്ട് കാലത്ത് ഈ ഗ്രാമത്തിൽ ഒരു ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡി എന്തോ ഒരു കാരണത്താൽ മരിച്ചുപോയി. പക്ഷെ അവർ മരിച്ചതിന് ശേഷം അവരുടെ ആത്മാവ് നല്ല ആത്മാവാണ്, പ്യുവർ ആണ് എന്ന് പറഞ്ഞ് ആ ആത്മാവിനെ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ പൂജിക്കാൻ തുടങ്ങി. ആ ആത്മാവിന്റെ പേരാണ് ബായാൻ. ആ ആത്മാവാണ് ഈ ലേഡീന്റെ ശരീരത്തിലുള്ളത്. ഈ ലേഡീനെ ആരൊക്കെ കാണാൻ വരുന്ന ആൾക്കാരുടെ ശരീരത്തിൽ തൊടാണ്ട് തന്നെ അവരുടെ രോഗങ്ങൾ മാറ്റി കൊടുക്കുകയും അവർക്ക് നല്ലത് ചെയ്തു കൊടുക്കുകയും അവരുടെ ശരീരത്തിൽ നിന്ന് ചീത്ത ശക്തി എടുക്കുകയും എല്ലാം ഈ ഷാമന് ചെയ്യാൻ പറ്റും. ഈ ലേഡിക്ക് മാത്രമാണ് ഈ ശക്തിയുള്ള പവർ കിട്ടിയത് എന്ന് നോക്കിയാൽ അല്ല, ഇവരുടെ ജനറേഷനിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും ഈ ബായന്റെ ആത്മാവ് ഇറങ്ങി അവരൊരു ഷാമനായി മാറും. ഈ ലേഡീന്റെ അമ്മൂമ്മന്റെ അമ്മൂമ്മ തൊട്ട് വരെ എല്ലാവരും ഷാമനായി മാറിയിട്ടുണ്ട്. ഒരു ഷാമനായി മാറുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. പലതരത്തിലുള്ള കഠിനമായ വേദനകളൊക്കെ സഹിച്ച് കുറെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തതിന് ശേഷമാണ് ഒരു ഷാമനായി മാറുക. ഈ ലേഡിയും ഈ പെയിനൊക്കെ സഹിക്കാൻ പറ്റാണ്ട് അവസാനം സൂയിസൈഡ് ചെയ്യാൻ വരെ നോക്കിയതാണ്. പക്ഷെ ദിവസങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് ഈ ലേഡിയും അത് അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. ഇവർക്ക് മുമ്പ് ഈ ബായാന്റെ ദൈവം ഈ ലേഡീന്റെ ചേച്ചീനെയായിരുന്നു സെലക്ട് ചെയ്തത്. പക്ഷെ അവർക്ക് ഈ വേദന സഹിക്കാൻ പറ്റാണ്ട് അവരുടെ ബോഡി തന്നെ വീക്കായി പോകുന്നു. അങ്ങനെയാണ് ആ ബായൻ ദൈവം ഈ ലേഡീനെ തെരഞ്ഞെടുത്തത്. ഈ കാര്യങ്ങളൊക്കെ ഈ ടീമിലുള്ള മെമ്പേഴ്സ് കേട്ടിട്ട് അവർക്ക് തന്നെ ഈ കാര്യങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു. ഷാമനോട് നിങ്ങൾ ഡെയിലി എന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം ഞങ്ങൾ ഡോക്യുമെന്ററി ആയി എടുത്തോട്ടെ എന്ന് ഷാമനോട് പെർമിഷൻ ചോദിക്കുന്നു. അവരും സമ്മതിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ ഷാമൻ അർജന്റായി എങ്ങോട്ടോ കാറിൽ കയറി പോയിക്കൊണ്ടിരിക്കുന്നു. കൂട്ടത്തിലെ ഈ ഡോക്യുമെന്ററി എടുക്കുന്ന ടീമും ഉണ്ട്. ഇവരിപ്പോ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കിയാ ഈ ഷാമൻ ഒരു ചേച്ചി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ ചേച്ചിന്റെ ഹസ്ബൻഡ് പെട്ടെന്ന് എങ്ങനെയോ മരിച്ചുപോയി. ആ ഫ്യൂണൽ ചടങ്ങിന് വേണ്ടിയാണ് ഇപ്പൊ ഈ ഷാമൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡോക്യുമെന്ററി എടുക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ചേച്ചിന്റെ ഫാമിലിനെ കുറിച്ച് പറയാമോ? അതിന് ഷാമൻ ചേച്ചിന്റെ ഫാമിലിയിലുള്ള എല്ലാ ആണുങ്ങളും പെട്ടെന്നാണ് മരിച്ചു പോകുന്നത്. ഇപ്പൊ മരിച്ചുപോയി എന്ന് പറഞ്ഞില്ലേ ചേച്ചിന്റെ ഹസ്ബൻഡ്, അയാളുടെ അപ്പന്റെ അപ്പന് ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. പക്ഷെ ഇവര് പ്രതീക്ഷിച്ച പോലെ ഒരു ലാഭവും കിട്ടാത്തത് കൊണ്ട് ഇവര് തന്നെ ആ ഫാക്ടറി കത്തിച്ച് അതിൽ നിന്ന് ഇൻഷുറൻസ് ക്ലെയിം കെട്ടി അതുവഴി എങ്ങനെയെങ്കിലും ഇവരുടെ പ്രശ്നങ്ങൾ സെറ്റിൽഡ് ആക്കാൻ നോക്കി. പക്ഷെ ആ ഫാക്ടറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ എങ്ങനെയോ കാര്യം അറിഞ്ഞ് ഫാക്ടറി ഓണർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മരിച്ചുപോയില്ലേ അയാളുടെ അപ്പന്റെ അപ്പനെ ജോലിക്കാരെല്ലാരും കൂടി ചേർന്ന് അയാളെ കല്ലെറിഞ്ഞു കൊന്നു. ഈ കാര്യം എങ്ങനെ നാട്ടിൽ സ്പ്രെഡ് ആയതും നാണക്കേട് കാരണം ഇയാളുടെ മോനും വിഷം കഴിച്ച് സൂയിസൈഡ് ചെയ്ത് മരിക്കുകയായിരുന്നു. ഇപ്പതാ ഇയാളും അതുകൂടാണ്ട് ഇയാളുടെ മകനും റീസെന്റ് ആയാണ് ഒരു അപകടത്തിൽ മരിച്ചുപോയത്. ഇവരിങ്ങനെ സംസാരിച്ച് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റോട്ടിൽ ഒരു പട്ടി ചത്തു കിടക്കുന്നു. അത് കണ്ടുകൊണ്ട് തന്നെയാണ് അവരങ്ങോട്ട് പോകുന്നത്. അതുകൂടാണ്ട് ഈ ഷാമന് ഒരു ചേട്ടനും കൂടിയുണ്ട്. ഷാമനും കാറിൽ നിന്ന് ഇറങ്ങി നേരെ അവളുടെ ചേട്ടനോട് പോയി സംസാരിക്കുകയാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷാമൻ ഒരു കാര്യം അറിയുന്നത്. ഈ ഷാമന്റെ ചേച്ചി ക്രിസ്ത്യനിലോട്ട് കൺവേർട്ട് ആയി എന്ന്. ഈ ചേച്ചിക്ക് ഒരു മകളുണ്ട്, അവളുടെ പേരാണ് മിങ്ക്. ഇപ്പോഴത്തെ നായിക തന്നെ ഇവളാണ്. ഇപ്പൊ ഷാമൻ ലേഡിയും നായകന്റെ അടുത്ത് പോയിട്ട് നീയാണ് ഫസ്റ്റ് നിന്റെ അപ്പന്റെ മുഖം കണ്ടത് എന്ന് പറഞ്ഞത് കേട്ടു, നീ ഇപ്പൊ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. അതിന് നായിക വലുതായിട്ടൊന്നും റിയാക്ട് ചെയ്യാണ്ട് ഓക്കെ ആണ് എന്ന് പറയുന്നു. ആ ചടങ്ങിന് വന്ന ഓരോരുത്തരും ഇപ്പൊ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷാമൻ ലേഡിയും അവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷാമൻ ലേഡിയുടെ കൈ പിടിച്ചിട്ട് ഈ ലിസ്റ്റിലുള്ള സാധനങ്ങള് അമ്മ വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞ് തന്നതാണ് എന്ന് പറഞ്ഞ് ആ ലിസ്റ്റ് ഷാമൻ ലേഡിയുടെ കൈ കൊടുത്തിട്ട് നായിക അവിടെ നിന്നും പോകുന്നു. നായിക അവിടെ നിന്നും പോയതും ഷാമൻ ലേഡി നായിക കൈ പിടിച്ച സ്ഥലം തൊട്ടു നോക്കുന്നു. അവർക്ക് എന്തോ വ്യത്യാസമായിട്ട് ഫീൽ ചെയ്യുന്നു. ഷാമൻ ലേഡിയും പറഞ്ഞ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടുവന്ന് ഇവളുടെ ചേച്ചിന്റെ കൈ കൊടുക്കുന്നു. ആ സമയം നായിക നല്ലോണം കള്ളു കുടിച്ച് അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കളോടെല്ലാം ഭയങ്കരമായിട്ട് തല്ല് പിടിച്ചുകൊണ്ടിരിക്കുന്നു. ആൾക്കാരെല്ലാരും കൂടി ചേർന്നിട്ടാണ് ആ തല്ല് തന്നെ നിർത്തുന്നത്. ഇത് കണ്ടതും ഷാമൻ ലേഡിക്ക് എന്തോ വ്യത്യാസമായിട്ട് തോന്നുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബന്ധുവിനോട് ഷാമൻ ലേഡി പൊതുവെ നായിക ഇങ്ങനെയാണോ പെരുമാറുന്നത്? അതിനാ ബന്ധു അല്ല ഇങ്ങനെയൊന്നും അല്ല,
റീസെന്റ് ആയാണ് അവളുടെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വന്നത്. ഇത് കേട്ടതും ഷാമൻ ലേഡി ഒന്നും പറയാണ്ട് തിരിച്ചു പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന ഹാളിൽ എല്ലാരും കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നായിക മാത്രം എന്തോ ഒന്നിനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഷാമൻ ലേഡി ഇവൾ എന്തിനാണ് ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഒരു പ്രായ ഒരു കിളവി നായികയെ തന്നെ കണ്ണെടുക്കാണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു വ്യത്യാസം എന്തെന്നാൽ ഈ കിളവിയുടെ കണ്ണ് മാത്രം വെളുത്തിരിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ കിളവിയും അവിടെ നിന്നും പോകുന്നു. അതിനുശേഷമാണ് നായിക നോർമൽ സ്റ്റേജിലോട്ട് വന്ന് ഒന്നും പറയാണ്ട് മിണ്ടാണ്ട് കിടന്നുറങ്ങുന്നത്. ഇതൊക്കെ കണ്ട ഷാമൻ ലേഡിക്ക് സംതിങ് എന്തോ ഒന്നുണ്ടല്ലോ എന്ന് മനസ്സിലാകുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ കുറെ ആൾക്കാർ ഒരു സ്ഥലത്ത് മാത്രം കൂടി നിൽക്കുന്നത് ഈ ഷാമൻ ലേഡി കാണുന്നു. ഈ ലേഡിയും അവിടെ ചെന്നിട്ട് എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഈ അമ്പലത്തിന്റെ പുറകിൽ ഒരു പ്രായമായ കിളവി താമസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ആ കിളവി മരിച്ചു കിടക്കുന്നു. ഷാമൻ ലേഡിയും എങ്ങനെയാണ് അവർ മരിച്ചത് എന്ന് ചോദിച്ചതിന് അതറിയില്ല എന്ന് പറയുന്നു. ഷാമൻ ലേഡിയും അവിടെ കൂടി ഉണ്ടായിരുന്ന എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് നായിക നിൽക്കുന്നത് കാണുന്നു. നായികയും കണ്ണെടുക്കാണ്ട് ആ ഡെഡ് ബോഡി കൊണ്ടുവന്നത് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. കുറച്ചു നേരം അങ്ങത്തന്നെ നോക്കിക്കൊണ്ടിരുന്നതിന് ശേഷം അവൾ ഒന്നും പറയാണ്ട് ആ സ്ഥലത്ത് നിന്നും പോകുന്നു. ഇത് കണ്ടതും ഷാമൻ ലേഡി അവളുടെ പുറകെ പോയി മീങ്ക് മീങ്ക് നീ എങ്ങോട്ട് പോവാണ് എന്ന് പറഞ്ഞ് അവളുടെ പുറകെ പോയി നോക്കുന്ന സമയത്ത് നായിക ഒരു ബന്ധമില്ലാത്ത സ്ഥലത്ത് പോയി നിന്ന് നായിക ഫ്രീസ് ആയി നിൽക്കുന്നു. ആ സമയം നായികയുടെ പെരുമാറ്റം എല്ലാം ഭയങ്കര വിയേർഡ് ആയിരിക്കുന്നു. അങ്ങനെ ആ ഫ്യൂണൽ ചടങ്ങെല്ലാം കഴിഞ്ഞതും ഷാമൻ ലേഡി നേരെ പോകുന്നത് നായികയുടെ വീട്ടിലോട്ടാണ്. വീട്ടിൽ ചെന്നതും നായികയുടെ റൂമിൽ പോയി എന്തോ ഒരു സാധനം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷാമൻ ലേഡിയുടെ ചേച്ചിയും വന്നിട്ട് നിനക്കെന്താണ് പ്രാന്ത് പിടിച്ചോ, നീ എന്ത് കാര്യമാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴും ഷാമൻ ലേഡി അതൊന്നും ശ്രദ്ധിക്കാണ്ട് അവിടെയുള്ള അലമാരി തുറന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് പൂജ ചെയ്ത പോലെ എന്തോ ഒരു വിയേർഡായ സാധനം ആ അലമാരിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നു. ഷാമൻ ലേഡിയും അത് എടുത്തിട്ട് അവളുടെ ചേച്ചിയോട് ഇതെന്താണ് സാധനം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായിക പെട്ടെന്ന് ആ റൂമിലോട്ട് കയറി വന്നിട്ട് എന്റെ പെർമിഷൻ ഇല്ലാണ്ട് നിങ്ങളോട് ആരാണ് എന്റെ റൂമിലോട്ട് കയറാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഷാമൻ ലേഡിനെയും ക്യാമറമാനെയും എല്ലാരെയും റൂമിന്റെ പുറത്താക്കിയിട്ട് ഡോർ അടയ്ക്കാൻ പോകുന്ന സമയത്ത് ഷാമൻ ലേഡി നായികനെ നോക്കിയിട്ട് നിനക്കിപ്പോ പലതരത്തിലുള്ള സ്വപ്നങ്ങളും പലതരത്തിലുള്ള സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ വല്ലതും നടന്നോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായിക അതൊന്നും ശ്രദ്ധിക്കാണ്ട് ഡോർ അടച്ചു കളയുന്നു. ഷാമൻ ലേഡിയും അവളുടെ ചേച്ചീന്റെ അടുത്തോട്ട് പോയിട്ട് നായിക എന്തെങ്കിലും തരത്തിൽ വിയേർഡായി പെരുമാറുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ എന്നെ അറിയിക്കണം എന്ന് അവളുടെ ചേച്ചീനോട് പറഞ്ഞതും ഈ ലേഡീന്റെ ചേച്ചി അവൾ എന്റെ മോളാണ്, അവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് ഞാൻ നോക്കിക്കോളാം, നിന്റെ ഒരു സഹായം എനിക്ക് വേണ്ട, ഇനി നീ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് ഷാമൻ ലേഡീനെ വീട്ടിൽ നിന്നും പറഞ്ഞു വിടുന്നു. അതിനുശേഷം അടുത്ത സീനിൽ ഈ ക്യാമറമാൻ നായിക ഒറ്റയ്ക്ക് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ അലമാരിയിലുള്ള ആ വിയേർഡായ സാധനം എന്താണ് എന്ന് ചോദിക്കുന്നു. അതിന് നായിക കറക്റ്റായ ഉത്തരം പറയാണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആ ടോപ്പിക് തന്നെ മാറ്റുന്നു. അതിനുശേഷം ആ ക്യാമറമാൻ നീ എന്തിനാണ് ആ മരിച്ചുപോയ കിളവീന്റെ ബോഡി തന്നെ കണ്ണെടുക്കാണ്ട് നോക്കിക്കൊണ്ട് നിന്നത് എന്ന് ചോദിച്ചതിന് അതിന് നായിക ആ അമ്മുമ്മയാണോ എന്ന് പറഞ്ഞ് എന്തോ ഒന്ന് പറയാൻ വന്നതും പെട്ടെന്ന് നായിക നിന്ന സ്ഥലത്ത് തന്നെ ഫ്രീസ് ആയി പോകുന്നു. എന്നിട്ട് ഒരു സ്ഥലത്തോട്ട് കൈ ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾക്കത് കാണുന്നുണ്ടോ, ദൂരെ ഒരാള് നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നത്. അതിന് ക്യാമറമാൻ നായിക കൈ ചൂണ്ടിയ സ്ഥലം സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് ശരിക്കും ഒരാള് ഇവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഈ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ ക്യാമറമാൻ എടുത്ത ഫൂട്ടേജ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നായിക ഒരു ബന്ധമില്ലാത്ത സ്ഥലത്ത് പോയി നിന്ന് വിയേർഡായി പെരുമാറിയും കൊണ്ടിരുന്നില്ലേ, അത് ശരിക്കും അവൾ അവിടെ നിന്ന് ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്യാമറമാനും ഷാമൻ ലേഡിയോട് നോക്കി ഇനി ചിലപ്പോ ആ ബായൻ ദൈവത്തിന്റെ ആത്മാവ് നായികയുടെ ശരീരത്തിൽ ഇറങ്ങാൻ വേണ്ടിയായിരിക്കും അവൾ ഇങ്ങനെ വിയേർഡായി ബിഹേവ് ചെയ്യുന്നത് എന്ന് ചോദിച്ചതിന് ഷാമൻ ലേഡി എനിക്കത് കൺഫേം ആയി അറിയില്ല എന്ന് പറയുന്നു. പിറ്റേ ദിവസം ഇനി ശരിക്കും ബായൻ ദൈവം ഇവളുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ക്യാമറാമാൻ നായികയുടെ ഫാമിലിന്റെ പെർമിഷനോടെ നായിക എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് ഇവളെ തന്നെ ഫോളോ ചെയ്ത് ആ കാര്യങ്ങളെല്ലാം ക്യാമറയിലും റെക്കോർഡ് ചെയ്യാൻ പോകുകയാണ്. നായിക ഒരു കൺസൾട്ടൻസിയിൽ സ്റ്റാഫായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാനും നായികയെ നോക്കിയിട്ട് നിന്റെ ആന്റി ഒരു ഷാമനല്ലേ, അതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചതും അവരൊരു ഷാമനാണ് എന്ന് പറഞ്ഞ് നാട്ടിലുള്ള എല്ലാരെയും പറ്റിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അല്ലെങ്കിലും എനിക്ക് ഈ ഷാമൻ ദൈവങ്ങളോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് ഒരുമാതിരി കളിയാക്കി കൊണ്ട് പറയുന്നു. വേറൊരു സ്ഥലത്ത് നായികയുടെ അമ്മ ജോലി ചെയ്യുന്ന സ്ഥലം കാണിക്കുന്നു. അവിടെ ഈ ക്യാമറമാൻ വന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ക്രിസ്ത്യനിലോട്ട് കൺവേർട്ട് ആയേ എന്ന് ചോദിക്കുന്നു. അതിന് നായികയുടെ അമ്മ ബായൻ ദൈവത്തിന്റെ ആത്മാവ് ഫസ്റ്റ് എന്നെയാണ് സെലക്ട് ചെയ്തത്, ആ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ശരീരത്തിൽ ഇറങ്ങുന്ന സമയത്തുണ്ടായ പെയിൻ സഹിക്കാൻ പറ്റാണ്ടാണ് ഞാൻ ഈ വിശ്വാസം വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞാണ് ക്രിസ്ത്യനിലോട്ട് കൺവേർട്ട് ആയത്. അടുത്ത ദിവസം ഇവര് ക്രിസ്ത്യൻ ആയതുകൊണ്ട് ചർച്ചിൽ ക്രിസ്മസിന് വേണ്ടിയുള്ള പ്രോഗ്രാമിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം നായികയെ കാണിക്കുന്നു. അവളും ക്രിസ്മസിന് വേണ്ടിയുള്ള പ്രോഗ്രാമിന് വേണ്ടി കോസ്റ്റ്യൂം ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചെറിയ പിള്ളേരുടെ ഷൂസ് കണ്ടതും നായിക അവളുടെ കാലിലിട്ട് അതിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയം അവളുടെ ഫ്രണ്ട് വന്ന് നിനക്കെന്താ പ്രാന്താണോ, നീ എന്താ കുഞ്ഞുങ്ങളുടെ ചെരുപ്പൊക്കെ ഇട്ട് നോക്കുന്നത്, അതിന് നായിക കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് ഇട്ട് നോക്കിയതാണ് എന്ന് പറയുന്നു. അന്ന് രാത്രി തന്നെ നായിക ഒരു പാർട്ടിയിൽ നല്ലോണം കള്ളു കുടിച്ച് ഒരു വെളിവും ഇല്ലാണ്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയം ക്യാമറമാൻ നായികയുടെ ഫ്രണ്ടിനോട് മിങ്കിന്റെ
സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് നായികയുടെ ഫ്രണ്ട് സ്വഭാവത്തിൽ മാറ്റം ഉണ്ടോ എന്നോ അവള് മിങ്ക് തന്നെയാണോ എന്ന് ഞങ്ങൾക്ക് ഡൗട്ടാണ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. ആ വീഡിയോയിൽ നായിക ഒരു മാളിന്റെ ഉള്ളിലുള്ള കിഡ് സെക്ഷനിൽ പോയിട്ട് നായിക ഒരു ചെറിയ കുട്ടീനെ പോലെ ബിഹേവ് ചെയ്യുന്നു. അതുകൂടാണ്ട് നായിക അവിടെ കളിച്ചോണ്ടിരിക്കുന്ന പിള്ളേരുടെ കൂടെ പോയിരുന്ന് കളിച്ചോണ്ടിരിക്കുന്നു. നായിക ഇങ്ങനെ ചിരിച്ചു കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ പിടിച്ചുന്തി താഴെ ഇടുന്നു. 2-3 പ്രാവശ്യം അങ്ങനെ തന്നെ ചെയ്തതും ആ കുട്ടി ഇരുന്ന് കരയാൻ തുടങ്ങുന്നു. പക്ഷെ നായികയാണെങ്കിലോ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അവിടെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ പാർട്ടി എല്ലാം കഴിഞ്ഞതും നായിക അവിടെ നിന്ന് ഇറങ്ങി നടക്കാനും കൂടി പറ്റാണ്ട് നേരെ കയറി ചെല്ലുന്നത് ഇവളുടെ ഓഫീസിലോട്ടാണ്. അവിടെ ഉണ്ടായിരുന്ന സോഫയിൽ നായിക കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ ഓഫീസിലുണ്ടായ സ്റ്റാഫ് എല്ലാം വന്ന സമയത്ത് നായിക ഇവിടെ കിടക്കുന്ന കണ്ടതും അവളെ എണീപ്പിക്കുന്നു. നായിക എണീറ്റ് നിന്നതും അവിടെ ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സ് മുഴുവനും നായികയെ കണ്ണെടുക്കാണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവരെന്താണ് ഇങ്ങനെ നോക്കുന്നത് എന്ന് വിചാരിച്ച് നായിക താഴോട്ട് നോക്കിയതും ഇവളുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ബ്ലീഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ടത് നായിക അവിടെ നിന്ന് ബാത്റൂമിലോട്ട് ഓടുന്നു. എന്നിട്ട് നായിക അത് മൊത്തം കഴുകുന്നു. അന്ന് നായിക ജോലിക്ക് പോകാണ്ട് നേരെ വീട്ടിലോട്ട് പോകുന്നു. ഇവള് വീട്ടിൽ പോകുന്ന സമയത്താണെങ്കിലും നായികയ്ക്ക് തീരെ വയ്യാണ്ടാകുന്നു. നായിക വീട്ടിൽ ചെന്നതും ബാത്റൂമിൽ കയറി കുറെ വൊമിറ്റ് ചെയ്യുന്നു. ഇവളിങ്ങനെ വൊമിറ്റ് ചെയ്യുന്നത് കേട്ടതും ഇവളുടെ അമ്മയും വന്നിട്ട് വാതിൽ തട്ടിയിട്ട് മിങ്ക് നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചോണ്ടിരിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നായിക വാതിൽ തുറന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. പക്ഷെ അവളുടെ അമ്മ പറയുന്നതൊന്നും കേൾക്കാണ്ട് നേരെ അവളുടെ റൂമിലോട്ട് പോകുന്നു. ഇതൊക്കെ കണ്ടതും നായികയുടെ അമ്മയ്ക്ക് ഇനി ബായാൻ ദൈവം അവളുടെ ശരീരത്തിൽ ഇറങ്ങാനാണോ, ഇതേപോലത്തെ സിംറ്റംസ് ആണല്ലോ എനിക്കും ഉണ്ടായിരുന്നത് എന്ന് മനസ്സിൽ വിചാരിച്ച് നായികയുടെ അമ്മയ്ക്ക് ഒരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് നേരെ ഇവളുടെ ചേട്ടന്റെ വീട്ടിലോട്ട് പോകുന്നു. എന്നിട്ട് അവളുടെ ചേട്ടനോട് മിങ്ക് ഇപ്പോ ഭയങ്കര വീക്കായി വന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്കെന്തോ ബായൻ ദൈവം അവളെയാണ് തെരഞ്ഞെടുത്തത് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞതും അവളുടെ ചേട്ടൻ അതിനിപ്പോ എന്താണ്, അവളെയാണ് തെരഞ്ഞെടുത്തെങ്കിൽ നീ ഒന്നും നോക്കാണ്ട് ചേച്ചീന്റെ അടുത്ത് അവളെ ഏൽപ്പിച്ചാ മതി, ചേച്ചി വേണ്ട കാര്യങ്ങൾ നോക്കിക്കോളൂ എന്ന് പറയുന്നു. അതിന് നായികയുടെ അമ്മ എനിക്ക് അവളൊരു ഷാമനായി മാറണമെന്ന ആഗ്രഹവുമില്ല, ഷാമനായി മാറുന്നത് എത്ര വേദനയുള്ള കാര്യമാണെന്ന് എനിക്ക് നല്ലോണം അറിയാം, അതുകൊണ്ട് എന്റെ മകള് ഒരു ഷാമനായി മാറണ്ട എന്ന് പറയുന്നു. ഇത് കേട്ടത് അവളുടെ ചേട്ടൻ പക്ഷേ ശരിക്കും അവളെയാണ് തെരഞ്ഞെടുത്തെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോ നായികയുടെ അമ്മ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. നായികയാണെങ്കിലോ ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് കൂടുതൽ വീക്കായി വരുന്നു. അങ്ങനെ ഒരു ദിവസം നായിക ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഇവള് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിലുള്ള ആൾക്കാരായിട്ട് ചെറുതായി വാക്കുതർക്കം ഉണ്ടാകുന്നു. ഒരു ഘട്ടത്തിൽ ആ വാക്കുതർക്കം കൂടിപ്പോയി ആ വണ്ടിയിലുള്ള ആൾക്കാർ തന്നെ നായികയെ പാതി വഴിയിൽ വെച്ച് ഇറക്കി വിടുന്നു. ഇത് കാരണം നായിക നല്ലോണം കള്ളു കുടിച്ച് ചെറിയ പിള്ളേരെ പോലെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുന്നു. ഇതെല്ലാം ദൂരെ ഇരുന്ന് ക്യാമറാമാൻ കണ്ടോണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ഷാമൻ ലേഡിയോട് വന്ന് പറഞ്ഞപ്പോൾ അവള് ചെറിയ കുട്ടിയായി ബിഹേവ് ചെയ്യുന്നത് മാത്രമല്ലാണ്ട് വേറെ എന്തെങ്കിലും തരത്തില് പെരുമാറുന്നുണ്ടോ എന്ന് ചോദിച്ചതിന് ക്യാമറാമാൻ അവളിങ്ങനെ ചെറിയ കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യുന്നത് മാത്രമേ ഞങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നു. പിറ്റേ ദിവസം ഷാമൻ ലേഡി നായികയുടെ വീട്ടിൽ പോയിട്ട് എന്റെ ഒരു ബ്രേസ്ലെറ്റ് ഇവിടെ എവിടെയോ വെച്ച് വിട്ടുപോയി, അതെങ്ങനെങ്കിലും കണ്ടുപിടിച്ച് എടുത്തു തരൂ എന്ന് പറഞ്ഞ് എല്ലാരും കൂടി ചേർന്നിരുന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയം നായികയുടെ അമ്മ മുകളിലോട്ട് പോയതും ആ അവസരം വെച്ച് ഷാമൻ ലേഡിയും അവളുടെ ചേട്ടനും കൂടി ചേർന്ന് മിങ്കിന്റെ റൂമിലോട്ട് പോയി മിങ്ക് നീ അകത്തുണ്ടോ, ഉണ്ടെങ്കിൽ ഒന്ന് വാതിൽ തുറക്ക്, എനിക്കൊന്ന് സംസാരിക്കാനാണ് എന്ന് പറഞ്ഞ് നായിക വാതിൽ തുറന്നതും നിനക്ക് എന്ത് പറ്റി, നിന്നോട് ആരെങ്കിലും വന്ന് സംസാരിക്കുന്നുണ്ടോ, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ, എന്തെങ്കിലും നിനക്ക് ഡിഫറെന്റ് ആയി തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നായികയുടെ അമ്മ താഴോട്ട് ഇറങ്ങി വന്നിട്ട് നിങ്ങൾ എന്താണ് എന്റെ മോളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞല്ലേ എന്റെ മോളുടെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞ് ഷാമൻ ലേഡീനെ ആ വീട്ടിൽ നിന്നും പറഞ്ഞു വിടുന്നു. ഷാമൻ ലേഡി അവിടെ നിന്നും പോയതും നായിക അവളുടെ അമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് എനിക്കൊരു ഷാമനായി മാറണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്നു. നായികയ്ക്കാണെങ്കിലോ ഓരോ ദിവസം പോകുന്നതിനനുസരിച്ച് കൂടുതൽ വീക്കായി വരുന്നു. നായികയുടെ അമ്മയും ഡോക്ടറൊക്കെ കൊണ്ടേ കാണിക്കുന്നു. പക്ഷെ ഡോക്ടറിന് പോലും ഇവൾക്ക് എന്താണ് രോഗം എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ക്യാമറാമാനും നായികയെ പിന്നെയും ഇന്റർവ്യൂ ചെയ്യുന്നു. ക്യാമറാമാനും നായികയെ നോക്കിയിട്ട് റീസെന്റ് ആയി എന്തെങ്കിലും സ്വപ്നോ വല്ലതും കണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് നായിക ഞാൻ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വപ്നം കാണുന്നുണ്ട്, ആ സ്വപ്നത്തിൽ ഒരു വലിയൊരു മനുഷ്യൻ ഒരു ചുവന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആ മനുഷ്യന്റെ കഴുത്തിൽ ഒരു തരത്തിലുള്ള മാലയുണ്ട്, അതുകൂടാണ്ട് അയാളുടെ കയ്യിൽ ഒരു വാളും ഉണ്ട്, ആ വാളിലുള്ള ചോര അയാൾ നാക്കുകൊണ്ട് നക്കി അതിന്റെ ടേസ്റ്റ് നോക്കുന്നു, അതുകൂടാണ്ട് അവിടെ ഒരു തല വെട്ടിയിട്ടിരിക്കുന്നു, ആ വെട്ടിയ തല എന്നോട് എന്തോ സംസാരിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്കാണെങ്കിലോ അതെന്താണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. പിറ്റേ ദിവസം നായിക സാധാരണ ജോലിക്ക് പോകുന്നത് പോലെ ഓഫീസിലോട്ട് പോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു സഹിക്കാൻ പറ്റാത്ത വയറുവേദന വരുന്നു. നായികയും വയറും പൊത്തിപ്പിടിച്ചുകൊണ്ട് ബാത്റൂമിലോട്ട് ഓടുന്നു. നായിക ഇങ്ങനെ എണീറ്റ് ഓടിയതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും നായികയെ വിയേർഡായി നോക്കിക്കൊണ്ടിരിക്കുന്നു. നായികയും ബാത്റൂമിൽ പോയിട്ട് വേദന സഹിക്കാൻ പറ്റാണ്ട് അലറിക്കൊണ്ടിരിക്കുന്നു. അവസാനം വേദന സഹിക്കാൻ പറ്റാണ്ട് അവിടെ തന്നെ കുഴഞ്ഞു വീഴുന്നു. ക്യാമറാമാനും നായികയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവളുടെ അടുത്തോട്ട് വന്നതും നായികയും എന്റെ അടുത്ത് വന്നു പോരുത് എന്ന് പറഞ്ഞ് ക്യാമറമാനെ അവിടെ നിന്നും പുറത്താക്കുന്നു. നായിക പിന്നെയും ഓഫീസിലിരുന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ആ ഓഫീസിലെ MD നായികയെ അയാളുടെ ഓഫീസിന്റെ ഉള്ളിലോട്ട് വിളിക്കുന്നു. ഓഫീസിന്റെ ഉള്ളിൽ വന്നതിന് ശേഷം MD നായികയെ നോക്കിയിട്ട് നീ ചെയ്യുന്ന
ജോലിയൊന്നും ശരിയല്ല, നിന്റെ പെരുമാറ്റവും അത്ര നല്ലതല്ല, അതുകൊണ്ട് ഞാൻ നിന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു എന്ന് പറഞ്ഞ് നായികയെ ജോലിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിടുന്നു. ഇത് കേട്ടത് നായിക അവളുടെ MD ആണെന്ന് പോലും നോക്കാണ്ട് വായിന്ന് വരുന്ന എല്ലാ ചീത്തയും വിളിച്ചിട്ട് ആ ഓഫീസിൽ തന്നെ ഇറങ്ങി പോകുന്നു. നായിക ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത് നോക്കിയാ നേരെ ഇവള് പോകുന്നത് ചർച്ചിലോട്ടാണ്. ചർച്ചിൽ ഇന്നാണ് ആ ക്രിസ്മസിന്റെ പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. ഈ ക്രിസ്മസിന് മാലാഖേനെ പോലെയും യേശുക്രിസ്തുവിനെ പോലെയും ഡ്രസ് ചെയ്ത് ഒരു പരേഡ് നടത്തൂലേ, അതിനുവേണ്ടിയാണ് നായിക ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നായിക ഒരു മാലാഖേനെ പോലെ ഡ്രസ് ചെയ്ത് മേക്കപ്പ് എല്ലാം ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് നായികയുടെ പല്ലിൽ എന്തോ കുടുങ്ങിയതുപോലെ അവൾക്ക് തോന്നുന്നു. ഇവളും അത് അവളുടെ കൈ കൊണ്ട് എടുക്കാൻ വേണ്ടി പല്ലിന്റെ ഇടയിലിരുന്ന് ചൊരണ്ടിയും കൊണ്ടിരിക്കുന്നു. ചൊരണ്ടി അവസാനം വായിൽ നിന്ന് ചോര വന്നിട്ട് പോലും അവൾ അത് നിർത്തുന്നില്ല. പക്ഷെ കൂടെ ഇരിക്കുന്ന ഒരാള് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് നായികയ്ക്ക് ബോധം തന്നെ വരുന്നത്. അതിനുശേഷം നായിക പരേഡിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നായികയുടെ ഫാമിലിയിലുള്ള ആൾക്കാര് അവളുടെ പേര് പറഞ്ഞ് വിളിച്ചിട്ട് പോലും നായിക മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇപ്പൊ തന്നെ നായികയുടെ സ്വഭാവം ഭയങ്കരമായി മാറിയിരിക്കുന്നു. അതുകൂടാണ്ട് സൈഡിൽ ചെറിയ പിള്ളേര് നിൽക്കുന്നത് കണ്ടതും ഇവളുടെ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ് മുഴുവനും ആ പിള്ളേരുടെ മേത്ത് വീശി എറിയുന്നു. ഇവളിങ്ങനെ ചെയ്യുന്നതെല്ലാം ഒരു സ്ഥലത്ത് നിന്ന് ആ ഷാമൻ ലേഡി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം നായിക സാധാരണ ജോലിക്ക് പോകുന്ന പോലെ ഓഫീസിലോട്ട് പോകുന്നു. പക്ഷെ നായികയെ ഓഫീസിൽ വെച്ച് MD കണ്ടതും നിന്നോടല്ല ഞാൻ പറഞ്ഞത് മേലിൽ ഈ ഓഫീസിലോട്ട് വന്നു പോരുത് എന്ന്, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞ് നായികയെ ഓഫീസിൽ നിന്ന് പുറത്താക്കുന്നു. ക്യാമറാമാനും MD-നോട് പോയി നിങ്ങൾ എന്തിനാണ് മിങ്കിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് എന്ന് ചോദിച്ചതിന് റീസെന്റായി ഈ ഓഫീസിൽ നിന്ന് പല സാധനങ്ങൾ കാണാണ്ട് പോകുന്നു, അത് ആരാണ് എടുക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി CCTV ചെക്ക് ചെയ്തപ്പോൾ മിങ്ക് കുറെ ആണുങ്ങളെ ഓഫീസിലോട്ട് വിളിച്ചുകൊണ്ട് വന്ന് അവരുടെ കൂടെ കിടക്കുന്നത് CCTV-യിൽ റെക്കോർഡായിട്ടുണ്ട്, അത് കാരണമാണ് ഞാൻ അവളെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടത് എന്ന് പറഞ്ഞതും ക്യാമറാമാൻ തന്നെ ഷോക്കായി പോകുന്നു. ഇപ്പത്തെ സൈഡിൽ നായികയെ കാണിക്കുന്നു. അവൾക്ക് എങ്ങോട്ട് തന്നെ പോണമെന്ന് അറിയാണ്ട് പരിചയമില്ലാത്ത ഓരോ സ്ഥലത്ത് പോയിരിക്കുന്നു. അവസാനം നായിക ഒരു ഘട്ടത്തിൽ ക്യാമറയെ നോക്കിയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പത്തെ സൈഡിൽ നായികയുടെ അമ്മയെ കാണിക്കുന്നു. അവർക്കാണെങ്കിലും നായികയെ കുറിച്ച് ഓർത്തിട്ട് ഭയങ്കര സങ്കടമുണ്ട്. അതുകൊണ്ട് പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോൾ നായിക ബാത്റൂമിൽ കുളിച്ചോണ്ടിരിക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞിട്ടും നായിക പുറത്തിറങ്ങുന്നില്ല എന്ന് കണ്ടതും ഇവർക്കെന്തോ ഡൗട്ട് തോന്നി അവളെ വിളിച്ചു നോക്കുന്നു. പക്ഷെ അവള് വാതിൽ തുറക്കുന്നില്ല. അവസാനം നായികയുടെ അമ്മ എന്നെ വാതിൽ പൊളിച്ച് അകത്ത് ചെന്ന് നോക്കുമ്പോൾ നായിക ബാത്റൂമിന്റെ ഉള്ളിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് ചോരയിൽ കുളിച്ചു കിടക്കുകയാണ്. ഇത് കണ്ടത് നായികയുടെ അമ്മ ഒച്ച വെച്ച് നിലവിളിക്കുന്നു. ഇവരുടെ സൗണ്ട് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഓടി വന്ന് നായികയെ എടുത്തുകൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ഈ സംഭവം അറിഞ്ഞ് ഷാമൻ ലേഡിയും ഹോസ്പിറ്റലിലോട്ട് വരുന്നു. ഷാമൻ ലേഡീനെ കണ്ടതും നായികയുടെ അമ്മ നിനക്ക് മാത്രമേ എന്റെ മോളെ രക്ഷിക്കാൻ പറ്റുള്ളൂ, ഒരുപക്ഷെ ബായാൻ ദൈവം ഇവളുടെ ശരീരത്തിൽ കയറാൻ വേണ്ടിയായിരിക്കും എന്റെ മോള് ഇത്രയും വേദനയൊക്കെ സഹിക്കുന്നത്, അവളൊരു ഷാമനായി മാറിയാലും എനിക്കൊരു കുഴപ്പമില്ല, എന്റെ മോള് ജീവനോടെ എന്റെ കൂടെ ഉണ്ടായാൽ മതി, നീ ആ ചടങ്ങ് നടത്താനുള്ള എല്ലാ കാര്യവും ചെയ്യ്, എന്നിട്ട് എന്റെ മോളെ എങ്ങനെയെങ്കിലും ആ വേദനയിൽ നിന്ന് രക്ഷിക്ക് എന്ന് പറഞ്ഞ് ഈ ചേച്ചി ഷാമൻ ലേഡീനെ നോക്കിയിരുന്ന് കരഞ്ഞോണ്ടിരിക്കുന്നു. ഇത് കേട്ടൊന്ന് ഷാമൻ ലേഡി ആദ്യം അവളുടെ ശരീരത്തിൽ ബായാൻ ദൈവം ആണോ എന്ന് നോക്കണം, എന്നാൽ മാത്രമേ ഈ ചടങ്ങൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതുവരെ നീ ഒന്ന് ക്ഷമിക്ക്, നമുക്കിതിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. പക്ഷെ എനിക്ക് ഇതുവരെ കണ്ടിട്ട് ബായാൻ ദൈവമായിട്ട് തോന്നുന്നില്ല, എനിക്കെന്തോ അവളുടെ ശരീരത്തിൽ ഏതോ ദുഷ്ട ആത്മാവായിട്ടാ തോന്നുന്നത്, അതെന്താണെന്ന് ആദ്യം അറിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഷാമൻ ലേഡി അവളുടെ ചേട്ടനെ വിളിച്ചുകൊണ്ട് നേരെ പോകുന്നത് ഈ ചേച്ചിന്റെ ഹസ്ബൻഡിന് ഒരു മകൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഒരു അപകടത്തിൽ മരിച്ചുപോയി എന്ന് പറഞ്ഞ അവന്റെ റൂമിലോട്ടാണ് ഇപ്പൊ ഷാമൻ ലേഡി അവളുടെ ചേട്ടനും കയറി ചെല്ലുന്നത്. ഷാമൻ ലേഡിയും ആ ചെക്കന്റെ ഫോട്ടോസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചെക്കൻ ശരിക്കും അപകടത്തിൽ തന്നെയാണോ മരിച്ചത്, അതോ അവന് വേറെ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചതിന് ഈ ചേട്ടൻ ഒന്നും പറയാണ്ട് സൈലന്റായി നിന്ന് ഷാമൻ ലേഡീനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ടതും ഷാമൻ ലേഡി നീ ഇങ്ങനെ മിണ്ടാണ്ട് നിന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അവൻ അപകടത്തിലല്ല മരിച്ചത് എന്ന്, അവന് വേറെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴാണ് ഷാമൻ ലേഡി അറിയുന്നത് മാക് എന്ന് പറയുന്ന ഈ ചെക്കൻ അപകടത്തിലല്ല മരിച്ചത്, സൂയിസൈഡ് ചെയ്താണ് മരിച്ചത് എന്ന്. ഈ ചേച്ചി അവളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഈ കാര്യം മറയ്ക്കാൻ വേണ്ടി നാട്ടിലുള്ള എല്ലാവരോടും അവൻ അപകടത്തിലാണ് മരിച്ചത് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൂടാണ്ട് ഈ ചെക്കൻ മിങ്കായിട്ട് നല്ല അറ്റാച്ച്മെന്റ് ആയിരുന്നു. മിങ്കും ഈ ചെക്കനും കൂടി ക്ലോസ് ആയി നിൽക്കുന്ന കുറെ ഫോട്ടോസും അവിടെയുണ്ട്. ഷാമൻ ലേഡിയും കൈയോടെ ഈ ചെക്കൻ തൂങ്ങി മരിച്ച മരത്തിന്റെ സൈഡിൽ പോയി നിന്ന് എന്തൊക്കെയോ റിച്വൽ ചെയ്ത് ആ ചെക്കന്റെ ആത്മാവിനോട് സംസാരിക്കാൻ നോക്കുന്നു. ഷാമൻ ലേഡി ആ മരത്തിനെ നോക്കി ഇവിടെ ഇപ്പൊ നടക്കുന്ന എല്ലാ സംഭവത്തിനും കാരണക്കാരൻ നീയാണ് എന്ന് എനിക്ക് മനസ്സിലായി, നിനക്ക് അവളെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് നിന്റെ കൂടെ അവളെയും കൂടി കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ നീ ഇപ്പൊ അവളുടെ ശരീരത്തിൽ കയറാൻ നോക്കുന്നത്, അതിനു വേണ്ടിയല്ല നീ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. ഷാമൻ ലേഡി നിർത്താണ്ട് ആ ആത്മാവിനോട് ഉത്തരം കിട്ടാൻ വേണ്ടി ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതേസമയം ഇപ്പുറത്തെ സൈഡില് മിങ്കും അവളുടെ അമ്മയും കൂടി ചേർന്ന് വേറൊരു മന്ത്രവാദിന്റെ അടുത്തോട്ട് പോകുന്നു. ഷാമൻ ലേഡിയോട് ഹെൽപ്പ് ചോദിച്ചപ്പോ അവര് മിങ്കിന്റെ ശരീരത്തിൽ വേറെ എന്തോ ആത്മാവാണ് എന്ന് പറഞ്ഞ് ഇവരെ ഹെൽപ്പ് ചെയ്യാണ്ട് വിട്ടു. ഇവർക്കാണെങ്കിലോ മിങ്കിനെ പഴയതുപോലെ കൊണ്ടുവന്ന് ആ ബായാൻ ദൈവത്തിന്റെ ആത്മാവ് ഇവളുടെ ശരീരത്തിൽ കയറാൻ വേണ്ടി നായികയുടെ അമ്മ ഈ മന്ത്രവാദിനിന്റെ അടുത്ത് വന്ന് അതിനു വേണ്ടിയുള്ള റിച്വൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെയോ ഷാമൻ ലേഡി അറിഞ്ഞതും വേഗം വന്ന് നടന്നുകൊണ്ടിരുന്ന
റിച്വൽ തടുത്തു നിർത്തുന്നു. ഇത് കാരണം ഷാമൻ ലേഡിക്കും ആ ചേച്ചിന്റെ ഇടയിൽ ഒരു വാക്ക് തർക്കമാകുന്നു. ഷാമൻ ലേഡിയും ആ ചേച്ചിനെ നോക്കിയിട്ട് ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞതല്ലേ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യുന്നു, ഇവളുടെ ശരീരത്തിൽ ഏത് ആത്മാവാണ് ഉള്ളത് എന്ന് പോലും അറിയാണ്ട് നീ എങ്ങനെയാണ് ബായാൻ ദൈവത്തിന്റെ ആത്മാവിനെ ഇവളുടെ ശരീരത്തിൽ കയറ്റാൻ നോക്കുന്നത്? ബായാൻ ദൈവത്തിന്റെ ആത്മാവിന് പകരം വേറെ ഏതെങ്കിലും ആത്മാവ് ഇവളുടെ ശരീരത്തിൽ കയറിയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു എന്നിങ്ങനെ ആ ചേച്ചിനെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചി ഷാമൻ ലേഡിനെ നോക്കിയിട്ട് നീ അവളുടെ ശരീരത്തിൽ ഏത് ആത്മാവാണ് ഉള്ളത് എന്ന് കണ്ടുപിടിച്ച് വരുന്നതിന് മുമ്പേ എന്റെ മോളെ ഞാൻ കൊലക്കി കൊടുക്കണോ എന്നിങ്ങനെ രണ്ടുപേരും പരസ്പരം ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നായിക ക്യാമറമാനെ തിരിഞ്ഞു നോക്കി അയാളുടെ കയ്യിലുണ്ടായ ക്യാമറ മേടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവളുടെ അമ്മയാണെന്ന് പോലും നോക്കാണ്ട് ആ ക്യാമറ വെച്ച് ചോര തെറിക്കുന്ന രീതിയിൽ തല അടിച്ചു പൊട്ടിക്കുന്നു. പെട്ടെന്ന് നായിക ഫ്രീസ് ആയി നിൽക്കുന്നു. എന്നിട്ട് നായിക റോഡ് നോക്കി ഓടുന്നു. ഷാമൻ ലേഡി മിങ്ക് നീ എങ്ങോട്ട് പോവാണ് എന്ന് പറഞ്ഞ് അവളുടെ പുറകെ ഓടിപ്പോകുന്നു. പക്ഷെ റോട്ടിൽ ചെന്ന് നോക്കുമ്പോൾ നായികയെ കാണുന്നില്ല. ഇതിനു ശേഷമാണ് പ്രതീക്ഷിക്കാത്ത ഓരോ സീനും കാണാൻ പോകുന്നത്. ഇപ്പൊ നായിക കാണാണ്ട് പോയിട്ട് കുറെ നേരമായി. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാരും കൂടി ചേർന്ന് നായികയെ അന്വേഷിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ആ കാട് മൊത്തം ഇരുന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇപ്പുറത്തെ സൈഡിൽ നായികയുടെ അമ്മയെ കാണിക്കുന്നു. അവർക്ക് സീരിയസ് ആയിട്ട് ഒന്നും പറ്റിയില്ല. അവരും എണീറ്റ് ഉടനെ ചോദിക്കുന്നത് തന്നെ എന്റെ മോളെ കണ്ടുപിടിച്ചു എന്നാണ്. ഇത് കേട്ടതും ഷാമൻ ലേഡി എന്ത് പറയണമെന്ന് അറിയാണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നു. പിറ്റേ ദിവസം ഷാമൻ ലേഡി അവളുടെ ചേച്ചീനെയും വിളിച്ചുകൊണ്ട് ബായാൻ ദൈവത്തിന്റെ വിഗ്രഹം കാണാൻ പോകുന്നു. ഷാമൻ ലേഡിയും അവളുടെ ചേച്ചീനെ നോക്കിയിട്ട് നീ മനസ്സുരുകി ഒന്ന് പ്രാർത്ഥിക്ക്, നമുക്കിതിന് എന്തെങ്കിലും ഒരു വഴി കിട്ടുമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നായികയുടെ മുറിയിൽ നിന്ന് എന്തോ ഭയങ്കരമായി ബാഡ് സ്മെൽ അടിക്കുന്നു. ഇവരും ആ ബാഡ് സ്മെൽ എവിടെ നിന്നാ വരുന്നത് എന്ന് നോക്കാൻ വേണ്ടി റൂം ചെക്ക് ചെയ്തതും ഇവര് തന്നെ ഷോക്കായി പോകുന്നു. കാരണം അവളുടെ റൂമിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ മുഴുവനും ഭയങ്കര വിയർഡായ സാധനങ്ങളായിരുന്നു. ഷാമൻ ലേഡിയും ഈ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോയി മാക്ക് തൂങ്ങി മരിച്ച സ്ഥലത്ത് കൊണ്ടേ വെച്ച് ഒരു വ്യത്യാസമായ റിച്വൽ ചെയ്യാൻ നോക്കുന്നു. ആ റിച്വൽ ചെയ്തതിന് ശേഷം എൻഡില് ഒരു കോഴിമുട്ട പൊട്ടിച്ചു നോക്കും. ആ സമയം നോർമൽ ആയിട്ടാണ് കാണുന്നത്. ഇപ്പത്തെ സൈഡിൽ നായികയുടെ അമ്മയെ കാണിക്കുന്നു. നായികയുടെ അമ്മയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് വരുന്നു. നായികയുടെ അമ്മയും അവളുടെ ചേട്ടനും കൂടി ചേർന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നു. എന്താണ് സംഭവം എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാണ്ട് പോയ സമയത്ത് അവൾ ഒരു ടാക്സി കാറിൽ കയറി ഒരു സ്ഥലത്ത് പോയി ഇറങ്ങി നിന്നേരെ CCTV വീഡിയോ ആയിരുന്നു. ആ ഡ്രൈവർ ഈ വീഡിയോ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ വീഡിയോയിൽ നായിക പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങി റോഡിന്റെ നടുവിൽ പോയി നിൽക്കുന്നു. ഡ്രൈവർ നായികയെ വിളിച്ച് കാറിൽ കയറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷേ നായിക അനങ്ങാണ്ട് റോഡിന്റെ നടുവിൽ പ്രാന്ത് പിടിച്ച പോലെ നിൽക്കുന്നു. കുറച്ചു നേരം ഡ്രൈവർ നോക്കി നിന്നിട്ട് ഇവള് വണ്ടി കയറുന്നില്ല എന്ന് കണ്ടതും ടാക്സിക്കാരൻ വണ്ടി എടുത്ത് തിരിച്ചു പോകാൻ നോക്കിയ സമയത്ത് നായിക പേടിപ്പിക്കുന്ന രീതിയിൽ പ്രേതം പിടിച്ചതുപോലെ വന്ന് നിൽക്കുന്നു. ഇത് കണ്ടതും ഡ്രൈവറും എങ്ങനെയാണ് വണ്ടി എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത്. ഈ വീഡിയോ കൊണ്ട് ഇവരും ഷോക്കായി പോകുന്നു. നായികയുടെ അമ്മയും പോലീസിനെ നോക്കി എങ്ങനെയെങ്കിലും എന്റെ മോളെ കണ്ടുപിടിച്ച് താ എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ഇറങ്ങി പോകുന്നത്. ഇപ്പത്തെ സൈഡിൽ ഷാമൻ ലേഡീനെ കാണിക്കുന്നു. അവരും നിർത്താണ്ട് വെയിലായാലും മഴയായാലും ആ റിച്വൽ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അങ്ങനെ ഒരു മാസം കടന്നു പോകുന്നു. ഇതുവരെ മിങ്കിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഷാമൻ ലേഡീന്റെ ചേട്ടനും പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവള് കാണാണ്ട് പോയിട്ട് ഒരു മാസമായി, ഇതുവരെ നിങ്ങൾക്ക് അവളെ പറ്റി ഒരു വിവരം പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ ആണെന്ന് പോലും നോക്കാണ്ട് ഒച്ചപ്പാടുണ്ടാക്കുന്നു. ഷാമൻ ലേഡി നിർത്താണ്ട് റിച്വൽ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഷാമൻ ലേഡി റിച്വൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് കറുപ്പ് നിറം വരുന്നു. ഇത് കണ്ടതും ഷാമൻ ലേഡി ഷോക്കായി പോകുന്നു. അവരും വേഗം അവിടെ നിന്ന് എണീറ്റ് ധൃതി പിടിച്ച് കാറിൽ കയറി എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷാമൻ ലേഡി ഈ മന്ത്രം ചെയ്യാൻ തുടങ്ങിയത് തന്നെ ഒന്നില്ലെങ്കിൽ മാക് ആണ് ഇതിനൊക്കെ കാരണക്കാരൻ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മന്ത്രം തന്നെ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ ഇത് കണ്ടതും ഇതിനൊക്കെ പിന്നിൽ മാക് അല്ല വേറെ ആരോ ആണ് എന്ന് ഡയറക്റ്റായി പറയാൻ പറ്റാണ്ട് ഇൻഡയറക്റ്റ് ആയി ഈ മുട്ട വഴി ഷാമൻ ലേഡിക്ക് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ ഈ ലേഡി പോകുന്നത് തന്നെ ഒരു കൊടും കാട്ടിന്റെ ഉള്ളിലോട്ടാണ്. ആ കാട്ടിന്റെ ഉള്ളിൽ ഒറ്റപ്പെട്ട നിലയിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ പോയി നോക്കിയതും താഴെ കിടക്കുന്ന ഒരു ബോർഡിൽ എസന്തിയ സ്പിന്നിംഗ് ഫാക്ടറി എന്ന് പറഞ്ഞ് എഴുതിയിട്ടിരിക്കുന്നു. ഷാമൻ ലേഡി തുടക്കത്തിലുള്ള ഒരു അപ്പൂപ്പൻ ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ വേണ്ടി ഒരു ഫാക്ടറി കത്തിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ ഫാക്ടറിയാണ് ഇത്. ഷാമൻ ലേഡിയും ആ ഫാക്ടറി മുഴുവനും ചുറ്റി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു വലിയ പൂജ തന്നെ നടന്നിരിക്കുന്നു. അതുകൂടാണ്ട് ആ ഫാക്ടറിന്റെ ഉള്ളിൽ കുറെ പ്രാവുകൾ അവിടെ ഇവിടെയും ചത്തു കിടക്കുന്നു. പിന്നെയും ഷാമൻ ലേഡി ഫാക്ടറിന്റെ ഉള്ളിൽ കയറി നല്ലോണം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നായികയും ഈ ഫാക്ടറിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ഒരു മാസമായി വെള്ളവും ഭക്ഷണവും കിട്ടാത്തത് കൊണ്ട് ചത്ത ശവം പോലെ കിടക്കുന്നു. അവളെയും വേഗം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ അവൾക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. ഷാമൻ ലേഡിയും ബായാൻ ദൈവത്തിന് പൂജ ചെയ്യാൻ വേണ്ടി മല കയറി അവിടെ ചെന്ന് നോക്കുമ്പോൾ ഷാമൻ ലേഡി എന്നെ ഷോക്കായി പോകുന്നു. ഈ ബായാൻ ദൈവത്തിന്റെ തല ആരോ വെട്ടിയിട്ടിരിക്കുന്നു. ഇത് കണ്ടതും ഷാമൻ ലേഡിക്ക് ജീവൻ തന്നെ ഇല്ലാണ്ടായി പോകുന്നു. ആ ലേഡിയും അലറി അലറി കരഞ്ഞോണ്ടിരിക്കുന്നു. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ നായികയെ കാണിക്കുന്നു. അവളും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നിരിക്കുകയാണ്. പക്ഷെ നായിക ഒരു തുള്ളി ഭക്ഷണം പോലും കഴിക്കുന്നില്ല. അതേസമയം
അതേസമയം ശ്യാമൻ ലേഡി അങ്ങോട്ട് വന്നതും നായിക കട്ടിലിൽ നിന്ന് ഇറങ്ങി താഴെ ഇരിക്കുന്നു. ശ്യാമൻ ലേഡി അവളെ നോക്കിയിട്ട് നീ ശരിക്കും ആരാണ്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് നായികയെ നോക്കി ചോദിച്ചതും നായിക കളിയാക്കുന്ന രീതിയിൽ ഞാനാണ് ബായാൻ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ടതും ശ്യാമൻ ലേഡി ടെൻഷനായി നീ ശരിക്കും ആരാണ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് നായിക കളിയാക്കിയും കൊണ്ട് തന്നെ നീ ഇതുവരെ ഞാൻ ആരാണെന്ന് പോലും കണ്ടുപിടിച്ചില്ലേ, നിനക്ക് തന്നെ അറിയാം ഞാൻ ആരാണ് എന്ന് പറഞ്ഞ് ഭയങ്കര വൈലന്റായി പെരുമാറിയും കൊണ്ടിരിക്കുന്നു. ശ്യാമൻ ലേഡിയും അവിടെ ഉണ്ടായിരുന്ന ഒരു നൂലെടുത്ത് നായികയുടെ തലയിൽ ചുറ്റി അവരുടെ ഒരു കൈ വിരലെടുത്ത് ഗ്ലാസ്സിലുള്ള വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ശ്യാമൻ ലേഡി മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഇവരിങ്ങനെ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിരൽ മുക്കി വെച്ച ഗ്ലാസ്സിൽ അതിലുണ്ടായ വെള്ളം കറുത്ത നിറത്തിലോട്ട് മാറുന്നു. അപ്പോഴും നായിക നോർമൽ സ്റ്റേജിലോട്ട് വരുന്നില്ല. നായികയും ശ്യാമൻ ലേഡിയെ നോക്കിയിട്ട് നീ ഒരു ശ്യാമനായി മാറാൻ കാരണക്കാരൻ ആരാന്നറിയോ, നിന്റെ കൂടെ ഇരിക്കുന്ന നിന്റെ ചേച്ചി കാരണമാണ് നീ ഒരു ശ്യാമനായി മാറിയത്. നിന്റെ ചേച്ചിന്റെ ഡ്രസ്സ് നിന്നെ കൊണ്ട് ഇടിയിപ്പിക്കുകയും നീ ഇട്ട് നടക്കുന്ന നിന്റെ ചെരുപ്പിന്റെ അടിയിൽ പൂജിച്ച മന്ത്ര തകിടൊക്കെ വെച്ച് അങ്ങനെയാണ് നീ ഒരു ശ്യാമനായി മാറിയത്. ഈ സത്യങ്ങളൊക്കെ ശ്യാമൻ ലേഡി കേട്ടിട്ടും അതിനൊന്നും വില കൊടുക്കാണ്ട് അവളെ നോർമൽ സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി മന്ത്രങ്ങളെല്ലാം ചൊല്ലിയും കൊണ്ട് തന്നെ ഇരിക്കുന്നു. അപ്പോഴും നായിക നോർമൽ ആകുന്നില്ല. ഇത് കണ്ടതും ശ്യാമൻ ലേഡി ഇവരുടെ കയ്യും കാലും കട്ടിലിനോട് ചേർത്ത് കെട്ടാൻ പറയുന്നു. കെട്ടിവെച്ചിട്ടും നായിക അടങ്ങുന്നില്ല എന്ന് കണ്ടതും ശ്യാമൻ ലേഡി എന്നെ കൊണ്ട് ഇത് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റൂല, എനിക്ക് വേറെ ഒരാളുടെ സഹായം വേണം എന്ന് പറഞ്ഞ് ആ നാട്ടിലുണ്ടായിരുന്ന ഏറ്റവും ഫേമസ് ആയ ഒരു മന്ത്രവാദിനെ കാണാൻ പോകുന്നു. ഇവരും നടന്ന സംഭവങ്ങളെല്ലാം ആ മന്ത്രവാദിയോട് പറയുന്നുണ്ട്. അയാളും നായികയുടെ തലയിൽ കൈ വെച്ചിട്ട് ഇവളുടെ ശരീരത്തിൽ എത്ര ആത്മാക്കളുണ്ട് എന്ന് നോക്കുന്നു. നോക്കിയതിനു ശേഷം നായികയുടെ ഫാമിലി നോക്കിയിട്ട് ഇപ്പോഴുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറോട് ചേർന്ന ഒരു താക്കോല് പോലെയാണ്, ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാം. ഇവളുടെ ശരീരത്തിൽ 1 2 ആത്മാക്കളല്ല 100 കണക്കിന് ആത്മാക്കളെങ്കിലും ഇവളുടെ ശരീരത്തിൽ ഉണ്ടാകും. എന്റെ അറിവിൽ ആരോ നിങ്ങളോട് പകരം തീർക്കാൻ വേണ്ടി എന്തോ ഒരു കൂടിയ മന്ത്രം ചെയ്ത് 100 കണക്കിനുള്ള ആത്മാക്കളെ ഇവളുടെ ശരീരത്തിൽ കയറ്റി വിട്ടിരിക്കുകയാണ്. ആ ഒരു പൂജയാണ് നമ്മൾ ഫാക്ടറി വെച്ച് കണ്ടത്. അതുകൂടാണ്ട് നായികയുടെ അമ്മയെ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ പൂർവികരെ പറ്റി വല്ലതും അറിയോ, അവരൊരു കാലത്ത് ആയിരക്കണക്കിനുള്ള ആൾക്കാരുടെ തല അറുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആയിരക്കണക്കിനുള്ള ആൾക്കാർ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കുടുംബത്തെ നോക്കി ശപിച്ചിട്ടായിരിക്കും മരിച്ചിട്ടുണ്ടാകുക. മരിച്ച ഓരോരുത്തരുടെ കുടുംബം ചേർന്നിട്ടായിരിക്കും പൂജ ചെയ്ത് ഏറ്റവും മോശമായ ഒരു ആത്മാവിനെയാണ് ഇപ്പോ ഇവളുടെ ശരീരത്തിൽ ഇപ്പൊ കയറ്റി വിട്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഇവളെ രക്ഷിക്കാൻ ഞാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് നായികയുടെ ഫാമിലിയോട് സമാധാനത്തോടെ സംസാരിച്ച് അവരെ ആശ്വസിപ്പിച്ച് വീട്ടിലോട്ട് പറഞ്ഞു വിടുന്നു. വീട്ടിൽ ചെന്ന് നായികയുടെ അമ്മ ഒറ്റയ്ക്ക് പുറത്തു പോയിരുന്ന് ഭയങ്കര സങ്കടത്തിലിരിക്കുന്നു. ഇത് കണ്ടതും ശ്യാമൻ ലേഡി നീ ഒന്നും ഓർത്തും സങ്കടപ്പെടേണ്ട കാര്യമില്ല, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ട് എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നു. പക്ഷെ അവളുടെ ചേച്ചിയാണെങ്കിലോ നീ ശരിക്കും ബായൻ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? അതിന് ശ്യാമൻ ലേഡി ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ എന്റെ ഉള്ളിൽ ബായൻ ദൈവം ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് കുറച്ചു നേരം രണ്ടുപേരും ഇരുന്ന് സംസാരിച്ച് ശ്യാമൻ ലേഡി അവിടെ നിന്നും പോകുന്നു. ഇപ്പൊ നായകയുടെ ശരീരത്തിലുള്ള 100 കണക്കിനുള്ള ആത്മാക്കളെ ഒറ്റ നിമിഷം കൊണ്ട് ഓടിക്കാൻ നോക്കിയാൽ അത് ആരെക്കൊണ്ടും പറ്റില്ല. അതിനു വേണ്ടി ഇപ്പോ ശ്യാമൻ ലേഡിയും ആ മന്ത്രവാദിയും കൂടി ചേർന്ന് ആ ആത്മാക്കളെ തുരത്താൻ വേണ്ടി ഒരു വലിയ പൂജയ്ക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ നായികയെ കാണിക്കുന്നു. ഓരോ ദിവസം കടക്കുന്നതിനനുസരിച്ച് നായികയുടെ ശരീരം കൂടുതൽ മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവളുടെ നട്ടല് പോലും ഇപ്പൊ പുറത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇത് കാണുന്ന അവളുടെ അമ്മേന്റെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്ക്, എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടാകും. അതുകൂടാണ്ട് നായികയുടെ അമ്മയെ ഒരു വട്ടം ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ആ ഇന്റർവ്യൂവില് രാവിലെ ഞാൻ എല്ലാ സാധനങ്ങളും അടുക്കി ഒതുക്കിയാണ് വെക്കാറ്. പക്ഷെ ഞാൻ പിറ്റേ ദിവസം എണീറ്റ് നോക്കുമ്പോൾ എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെയും വലിച്ചു വാരി ഇട്ടിരിക്കുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് പോലും അറിയില്ല. ഇവരിങ്ങനെ പറഞ്ഞതും ക്യാമറമാൻ ഇത് ആരാണ് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി വീട് മുഴുവനും ക്യാമറ ഫിറ്റ് ചെയ്യുന്നു. ഇപ്പൊ പൂജ നടക്കാൻ ഇനി 6 ദിവസമുണ്ട്. ആ ദിവസങ്ങളിലുള്ള CCTV ഫുട്ടേജ് കാണിക്കുന്നു. ആ CCTV ഫുട്ടേജിൽ എല്ലാ ദിവസവും രാത്രി നായികയാണ് അവളുടെ റൂമിന്റെ പുറത്ത് വന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും വലിച്ചു വാരി ഇടുന്നത്. ഇവളുടെ ബോഡി ലാംഗ്വേജ് വെച്ച് നോക്കുമ്പോൾ ഇത് നായികയല്ല ചെയ്യുന്നത്, മറിച്ച് ഇവളുടെ ശരീരത്തിലുണ്ടായിരുന്ന ആത്മാക്കളാണ് ഇവളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അതുകൂടാണ്ട് ഇവര് സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടിരുന്ന ഒരു പട്ടിക്കുട്ടിയുണ്ട്. ആ പട്ടിക്കുട്ടി നായികയെ നോക്കി കുറച്ചുകൊണ്ടിരിക്കുന്നു. ഇവളും അതിനെ പിടിക്കാൻ വേണ്ടി അതിന്റെ അടുത്തോട്ട് പോയതും കറക്റ്റ് ടൈമിൽ നായികയുടെ അമ്മ വന്നതും ഇവള് വേഗം റൂമിന്റെ ഉള്ളിലോട്ട് ഓടിപ്പോയി ഒളിക്കുന്നു. അവളുടെ അമ്മയും പട്ടിക്കുട്ടിയെ എടുത്തോണ്ട് പോയതിനു ശേഷമാണ് നായിക റൂമിന്റെ പുറത്തിറങ്ങി വന്ന് പിന്നെയും അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വലിച്ചു വാരി ഇട്ടുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് CCTV ക്യാമറയുടെ മുമ്പിൽ വന്ന് അവളുടെ ഫേസ് കാണിച്ച് ക്യാമറ മറച്ചിടുന്നു. 5-ാം ദിവസത്തിലെ CCTV ഫുട്ടേജ് നോക്കുന്ന സമയത്ത് നായിക എന്നത്തെയും പോലെ റൂമിന്റെ പുറത്ത് വന്ന് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തട്ടിമറിച്ചിട്ട് ഫ്രിഡ്ജിലുണ്ടായിരുന്ന പച്ച ഇറച്ചി പച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ 4-ാം ദിവസത്തെ CCTV ഫുട്ടേജ് കാണിക്കുന്നു. അതിൽ നായികയുടെ അമ്മ സോഫയിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നായിക അവർ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സോഫയുടെ പൊക്കത്ത് കയറി നിന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അവളുടെ അമ്മേന്റെ മുഖത്തിന്റെ അടുത്തോട്ട് പോയി തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ CCTV ഫുട്ടേജ് നായികയുടെ ഫാമിലിനെ കാണിച്ചതും അവർ അത് ശ്രദ്ധിക്കാണ്ട് നിങ്ങൾ ആരോട് വെച്ചിട്ടാണ് വീട്ടിൽ CCTV വെച്ചത് എന്ന് പറഞ്ഞ് ക്യാമറമാന്റെ മെക്കിട്ട് കയറുന്നു. പക്ഷെ ക്യാമറമാനോ നിങ്ങൾ ഈ വീഡിയോ നോക്കുക എന്ന് പറഞ്ഞ് വേറൊരു CCTV ഫുട്ടേജ് കാണിച്ചു കൊടുക്കുന്നു. ഈ CCTV ഫുട്ടേജ് പൂജ നടക്കാൻ പോകുന്നതിന് മുമ്പുള്ള 3-ാം ദിവസത്തെയാണ്. ആ CCTV ഫുട്ടേജിൽ ഈ ശ്യാമൻ ലേഡി
ലേഡിയുടെ ചേട്ടനല്ലേ, അയാളുടെ ഭാര്യ കുളിച്ച് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുന്ന സമയത്ത് നായിക സ്റ്റെപ്പിന്റെ സൈഡിലിരുന്ന് ഒരുമാതിരി വിയേർഡായി ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേസമയം ഈ ലേഡി റൂമിലോട്ട് പോകുന്ന സമയത്ത് നായികയും മിണ്ടാണ്ട് ഇവരുടെ പുറകെ പോകുന്നു. അവര് കട്ടിലിൽ കിടന്നുറങ്ങുന്ന സമയത്ത് നായികയും അവരുടെ കൂടെ കിടന്ന് അവര് നല്ലോണം ഡീപ്പായി കിടന്നുറങ്ങുന്ന സമയത്ത് നായിക ആ ലേഡിന്റെ വയറിരുന്ന് തടവിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഈ ലേഡിക്ക് സഹിക്കാൻ പറ്റാത്ത വയറുവേദന വരുന്നു. ഈ ലേഡി ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റ് വയറും പൊത്തിപ്പിടിച്ചെന്ന് കരഞ്ഞോണ്ടിരിക്കുന്നു. ഈ ലേഡിന്റെ ഹസ്ബൻഡും എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ നായികയെ ആ റൂമിന്റെ എവിടെയും കാണുന്നില്ല. പക്ഷെ ആ CCTV ഫുട്ടേജ് സൂം ചെയ്ത് നോക്കിയതും നായിക അവിടെ ഉണ്ടായിരുന്ന അലമാരിന്റെ സൈഡിലിരുന്ന് ഇത് കണ്ട് ഒരുമാതിരി ചിരിച്ചോണ്ടിരിക്കുന്നു. ഈ CCTV ഫുട്ടേജ് കണ്ടതും ഷാമൻ ലേഡിന്റെ ചേട്ടൻ വെറുതെ നിൽക്കാണ്ട് അവരുടെ റൂമിലോട്ട് ഇനി ഒരിക്കലും നായിക കയറരുത് എന്ന് പറഞ്ഞ് ഭയങ്കര ഉറപ്പുള്ള ഒരു ലോക്ക് തന്നെ അവരുടെ ഡോറിൽ പിടിപ്പിക്കുന്നു. ഇപ്പൊ പൂജ നടക്കാൻ പോകുന്നതിന്റെ മുമ്പുള്ള 2ാം ദിവസത്തെ CCTV ഫുട്ടേജ് കാണിക്കുന്നു. അതിൽ ഷാമൻ ലേഡിന്റെ ചേട്ടൻ കള്ളു കുടിച്ച് വീട്ടിലോട്ട് കയറി വരുന്നു. ഇയാള് വീട്ടിൽ കയറി വന്നതും ഹോളിന്റെ നടുവിൽ ഒരു പാത്രത്തിൽ എന്തോ ഒരു സാധനം ഉള്ളതുപോലെ കാണുന്നു. അതുകൂടാണ്ട് നായികയുടെ റൂമും തുറന്നിരിക്കുന്നു. ഇയാളും ആ പാത്രത്തിന്റെ അടുത്ത് പോയി അതെന്താന്ന് എടുത്തു നോക്കിയതും ഇവ ഇത്രയും കാലം സ്നേഹത്തോടെ വളർത്തിയ പട്ടീനെ കൊന്ന് കട്ട് ചെയ്ത് ആ പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നു. ഇത് കണ്ട ഷോക്കിൽ അയാൾ എണീറ്റ് നേരെ ക്യാമറമാന്റെ അടുത്ത് പോയി CCTV ഫുട്ടേജ് കാണിച്ചു തരാൻ പറയുന്നു. അതിൽ നായിക തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഈ പട്ടിക്കുട്ടീനെ പിടിച്ച് അതിന്റെ ഉള്ളിലോട്ടിടുന്നു. അതുകൂടാണ്ട് അത് ഇവളുടെ പട്ടിക്കുട്ടിയാണെന്ന് പോലും നോക്കാണ്ട് അതിനിരുന്ന് തിന്നോണ്ടിരിക്കുന്നു. അതിനുശേഷം നേരെ ഈ ചേട്ടന്റെ റൂമിലോട്ട് പോകുന്നു. അവിടെ തൊട്ടിലിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന അയാളുടെ കൊച്ചിനെ എടുത്തുകൊണ്ട് നായിക അവിടെ നിന്നും പോകുന്നു. ഇത് കണ്ടതും ഈ ചേട്ടൻ നേരെ റൂമിലോട്ട് ഓടിച്ചെന്ന് തൊട്ടിലിൽ കൊച്ചുണ്ടോ എന്ന് നോക്കുന്നു. പക്ഷെ അവിടെ എവിടെ ഇയാളുടെ കൊച്ചിനെ കാണുന്നില്ല. ക്യാമറമാനും എല്ലാരും കൂടി ചേർന്ന് കൊച്ചിനെ കണ്ടുപിടിക്കാനായി അവിടെ എല്ലായിടത്തും തെരഞ്ഞോണ്ടിരിക്കുന്നു. അവസാനം കാട്ടിന്റെ ഉള്ളിൽ നിന്ന് കൊച്ചിനെ കണ്ടുപിടിക്കുന്നു. അപ്പോഴാണ് ഈ ചേട്ടന് ജീവൻ തന്നെ തിരിച്ചു കിട്ടുന്നത്. നായിക എവിടെയാണ് എന്ന് പിന്നെയും ആ കാട്ടിൽ തെരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നായിക പ്രേതം പോലെ ഇയാളുടെ മുമ്പിൽ വന്ന് കത്തി കൊണ്ട് കുത്തി കൊല്ലാൻ നോക്കുന്നു. അപ്പോഴേക്ക് ഇയാള് കൈകൊണ്ട് തടഞ്ഞ് എങ്ങനെയോ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. നായികയുടെ അമ്മയും ക്യാമറമാനും വന്നാണ് നായികയെ പിടിച്ചു മാറ്റുന്നത്. അടുത്ത സീനിൽ പിറ്റേ ദിവസം കാണിക്കുന്നു. അന്ന് ആ ഇൻസിഡന്റിന് ശേഷം ഷാമൻ ലേഡിന്റെ ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ട് എന്ത് എന്നറിയാൻ വേണ്ടി നായികയുടെ അമ്മ നേരെ ഷാമൻ ലേഡിയുടെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ വീട്ടിൽ ആരും ഇല്ലാത്തതുപോലെ പൂട്ടിക്കിടക്കുന്നു. കോൾ ചെയ്ത് നോക്കിയതും ഫോൺ അകത്തുനിന്ന് റിങ്ങി എന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല. വാതിലും പൊളിച്ച് അകത്ത് ചെന്ന് നോക്കിയതും വീടിന്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളും വാരി വലിച്ചിട്ട് കിടക്കുന്നു. അതുകൂടാണ്ട് നായികയുടെ അമ്മ ഷാമൻ ലേഡിയുടെ റൂമിൽ ചെന്ന് നോക്കിയതും ഷാമൻ ലേഡി അവന്റെ റൂമിൽ ദുരൂഹ രീതിയിൽ മരിച്ചു കിടക്കുന്നു. പിന്നെ അവരെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് അറിയുന്നത് ഉറക്കത്തിലാണ് ഇവര് മരിച്ചത് എന്ന്. അങ്ങനെ അവരുടെ ഫ്യൂണൽ ചടങ്ങെല്ലാം നടക്കുന്നു. ഈ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മന്ത്രവാദിയും വരുന്നുണ്ട്. ഇത് കണ്ടത് നായികയുടെ അമ്മ ഷാമൻ ലേഡി എങ്ങനെയാ മരിച്ചത് എന്ന് നിങ്ങൾക്ക് അറിയോ? ഇനി എങ്ങനെയാണ് എന്റെ മോളെ രക്ഷിക്കാൻ പോകുക? എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം എന്റെ ചേച്ചിയായിരുന്നു. ഇപ്പൊ അവളും പോയി. ഇനി ഞാൻ എങ്ങനെയാണ് എന്റെ മോളെ ആ ഡീമൻസിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മന്ത്രവാദി നായികയുടെ അമ്മയെ നോക്കിയിട്ട് നിന്റെ ചേച്ചി എവിടെ വെച്ച് നിർത്തിയോ അവിടെ വെച്ച് നമുക്ക് തുടങ്ങാം. നാളെ ഈ പൂജ നല്ല രീതിയിൽ തന്നെ നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ പിറ്റേ ദിവസം കാണിക്കുന്നു. ഇന്നാണ് പൂജ നടക്കാൻ പോകുന്നത്. മന്ത്രവാദിയും അയാളുടെ ടീമും കൂടി ചേർന്ന് ആ ഫാക്ടറിയിലോട്ട് വന്ന് അവിടെ മൊത്തം പൂജിച്ച ചരട് കെട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാണ്ട് മന്ത്രവാദി ഈ ചരട് കെട്ടിയതിനു ശേഷം ഈ കോമ്പൗണ്ടിലുള്ള ആൾക്കാര് ഒരു കാരണത്താലും ഈ പൂജ നടക്കുന്ന സമയത്ത് ഈ ചരടും കടന്ന് അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ പാടില്ല. അതുകൂടാണ്ട് ആ കോമ്പൗണ്ടിനുള്ളിൽ ഒരു വലിയ കുഴി തന്നെ കുഴിക്കുന്നു. അതുകൂടാണ്ട് ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലും മന്ത്രിച്ച ചരടെല്ലാം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മന്ത്രവാദി ആ ഫാക്ടറിന്റെ ഉള്ളിലോട്ട് ഒരു വലിയ പോത്തിനെ കൊണ്ടുവരുന്നു. ഒരുവിധം പൂജയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിയതിനു ശേഷം ഇവര് പൂജയ്ക്ക് വേണ്ടി കുഴിച്ച ഒരു കുഴി ഉണ്ടായിരുന്നില്ലേ, ആ കുഴിന്റെ ഉള്ളിൽ നായികയുടെ ഡ്രസ് എല്ലാം കൊണ്ടുയിടുന്നു. അതിനുശേഷം നായികയുടെ അമ്മയുടെ തലയിൽ ഒരു തുണി കൊണ്ട് കവർ ചെയ്ത് കാറിൽ കയറ്റി ഈ പൂജ നടക്കുന്ന ഫാക്ടറിയിലോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ നായിക എവിടെയാണെന്ന് നോക്കിയാൽ അവളെ അവളുടെ റൂമിലിട്ട് പൂട്ടി ആ റൂമിന്റെ ഡോറിന് ചുറ്റും മന്ത്ര തകിടെല്ലാം വെച്ച് പൂജിച്ച് കെട്ടി വെച്ചിരിക്കുന്നു. അവള് പുറത്തു വരാതിരിക്കാൻ വേണ്ടി. അതുകൂടാണ്ട് ഇവള് പുറത്തു വരാതിരിക്കാനായി കാവലായി ഈ മന്ത്രവാദിന്റെ ശിഷ്യനും കൂട്ടത്തിലെ ചേട്ടന്റെ ഭാര്യയും നിൽക്കുന്നുണ്ട്. അതേസമയം ഇപ്പുറത്തെ സൈഡില് പൂജയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കുന്നു. അങ്ങനെ രാത്രിയായതും പൂജ ചെയ്യാൻ തുടങ്ങുന്നു. ഈ മന്ത്രവാദിയും ഓരോ മന്ത്രങ്ങളായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അയാളുടെ ശിഷ്യന്മാരും അത് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൂടാണ്ട് പൂജയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന പോത്തിനെ അറുത്ത് ആ പോത്തിന്റെ തലയറുത്ത ചോര കളക്ട് ചെയ്ത് അവിടെ പൂജിച്ച ഓരോ സാധനത്തിന്റെ പൊക്കത്തുകൂടി ഒഴിക്കുന്നു. ഇതെന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ ഈ ബ്ലഡിന്റെ സ്മെല്ല് അടിച്ച് എല്ലാ ഡീമൻസിനെ ഇങ്ങോട്ട് വരുത്താൻ വേണ്ടിയാണ്. അതുകൂടാണ്ട് ആ പോത്തിന്റെ തല കാണിച്ച് വാ വന്നത് കഴിക്കുക എന്ന് പറഞ്ഞ് ആ ഡീമൻസിനെ കൂടുതൽ ടെംപ്റ്റ് ആക്കുന്നു. ഈ മന്ത്രവാദിയും കൂടുതൽ പവർഫുൾ
ആയ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഫാക്ടറിന്റെ ഉള്ളിൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി വന്നതുപോലെ ആ ഇടം തന്നെ ഒന്ന് കുലുങ്ങുന്നു. അതുകൂടാണ്ട് കാറ്റും ഭയങ്കര ശക്തിയായി അടിക്കുന്നു. ആ പൂജ സ്ഥലത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന തീ വരെ ആളിക്കത്തുന്നു. ഇയാളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്തെ സൈഡില് നായക റൂമിന്റെ ഉള്ളിൽ നിന്ന് എന്തിനാ എന്നെ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത്, എന്നെ തുറന്നു വിട് എന്ന് ഭയങ്കര പാവം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന ശിഷ്യൻ നിങ്ങളിത് കേട്ട് മയങ്ങി ഒരു കാരണത്താലും ആ വാതിൽ തുറന്നു കൊടുത്തേക്കല്ലേ എന്ന് പറയുന്നു. അതേസമയം ഇപ്പുറത്തെ സൈഡില് നായകയുടെ അമ്മയുടെ തലയിൽ കെട്ടിയ തുണി മുഴുവനും ചോര കൊണ്ട് നനയുന്നു. അതുകൂടാണ്ട് മന്ത്രവാദി ഈ ലേഡീന്റെ പുറകിൽ പോയി നിന്ന് ഒരു മരക്കട്ടി എടുത്ത് ആ ലേഡീന്റെ തലേന്റെ പുറകിൽ മന്ത്രം പറഞ്ഞുകൊണ്ട് വീശി വീശി അടിക്കുന്നു. ഇയാൾ അടിക്കുന്നതിനനുസരിച്ച് ആ ലേഡീന്റെ വായിൽ നിന്ന് ചോര ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ആ മന്ത്രവാദി ആ ലേഡീന്റെ തലയിലുള്ള തുണി വലിച്ചു മാറ്റിയതും ഈ ലേഡീന്റെ ഫ്രണ്ടിലുണ്ടായ മൺകുടത്തിൽ ചോര കുറെ വൊമിറ്റ് ചെയ്തിടുന്നു. വൊമിറ്റ് ചെയ്തതിനു ശേഷം അവിടെ തന്നെ ബോധം കെട്ടി വീഴുന്നു. അവസാനം എങ്ങനെയോ ആ ഡീമൻസിനെ എല്ലാം ആ മൺകലത്തിൽ അടയ്ക്കുന്നു. പക്ഷെ ഇതോടെ പൂജ തീർന്നിട്ടില്ല. പൂജ ഇവിടെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്തെ സൈഡില് നായിക റൂമിന്റെ ഉള്ളിൽ നിന്ന് എന്നെ എന്തിനിങ്ങനെ പൂട്ടിട്ടിരിക്കുന്നത്, എന്നെ തുറന്നു വിട്, എനിക്ക് ഈ റൂമിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നായിക ആ റൂമിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി കൂടുതൽ വയലന്റ് ആയി ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നായിക പല ട്രിക്ക് യൂസ് ചെയ്ത് പുറത്തു വരാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിൽക്കുന്ന ശിഷ്യൻ വാതിൽ തുറക്കാൻ സമ്മതിക്കുന്നില്ല. ഇവളിങ്ങനെ പറഞ്ഞ് നമ്മളെ പറ്റിപ്പിക്കാൻ നോക്കുകയാണ്. ഒരു കാരണത്താലും വാതിൽ തുറന്നു കൊടുത്തേക്കല്ലേ എന്ന് ആ ശിഷ്യൻ പറയുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും ആ റൂമിന്റെ ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞു കരയുന്ന സൗണ്ട് കേൾക്കുന്നു. ഈ കുഞ്ഞു കരയുന്ന സൗണ്ട് ആ റൂമിന്റെ ഉള്ളിൽ നിന്ന് കേട്ടതും ചേട്ടന്റെ ഭാര്യ അത് അവളുടെ കൊച്ചാണ് എന്ന് വിചാരിച്ച് പേടിച്ച് തൊട്ടിലിൽ പോയി നോക്കിയതും കൊച്ചിനെ കാണുന്നില്ല. ഇത് കണ്ടതും അവൾ എന്റെ കൊച്ചിനെടുത്ത് എന്ന് പറഞ്ഞ് ആ റൂമിന്റെ ഉള്ളിൽ എന്റെ കൊച്ചുണ്ട് എന്ന് പറഞ്ഞ് ബഹളം കൂട്ടുന്നു. ഈ ശിഷ്യനും ആ ലേഡീനെ തടഞ്ഞു നിർത്തി നിങ്ങൾ ഇത് കേട്ടൊന്നും മയങ്ങല്ല, ഇതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞ് ആ ലേഡീനെ തടഞ്ഞു നിർത്താൻ നോക്കുന്നു. ശരിക്കും ആ ലേഡീന്റെ കൊച്ച് ആ തൊട്ടിലിൽ തന്നെ ഉണ്ട്. പക്ഷെ ഈ ലേഡിക്ക് മാത്രം അത് കാണാൻ പറ്റുന്നില്ല. അവസാന ഒരു ഘട്ടത്തിൽ ആ ശിഷ്യനെ തള്ളിയിട്ട് ആ റൂം തുറന്ന് അകത്തോട്ട് പോകുന്നു. ഇപ്പുറത്തെ സൈഡിൽ ഓൾമോസ്റ്റ് ഈ പൂജ തന്നെ ഒരുവിധം തീരാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് ആ മന്ത്രവാദി സ്റ്റാച്ചു പോലെ അനങ്ങാണ്ട് നിൽക്കുന്നു. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് എല്ലാം കെട്ടുപോകുന്നു. ക്യാമറയിലുള്ള ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് നോക്കിയതും ഇപ്പൊ ഈ മന്ത്രവാദിന്റെ ശരീരത്തിൽ പ്രേതം കയറിയതുപോലെ ശരീരം മൊത്തം വിറച്ചുകൊണ്ട് അവിടെ നിന്ന് പുറകിലുണ്ടായ ഒരു കുഴിയിലോട്ട് മറഞ്ഞു വീഴുന്നു. ഇപ്പുറത്തെ ഭാഗത്ത് ചേട്ടന്റെ ഭാര്യ റൂമിലോട്ട് കയറിയതും അവളുടെ കൊച്ചുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര നോക്കിയിട്ടും ആ റൂമിന്റെ ഉള്ളിൽ അവളുടെ കൊച്ചിനെ കണ്ടെത്താൻ പറ്റുന്നില്ല. പക്ഷെ ആ റൂമിന്റെ ഒരു മൂലയിലിരുന്ന് നായികയാണ് കൊച്ചു കരയുന്ന പോലെ മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടതും ആ ചേട്ടന്റെ ഭാര്യ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും നായിക ഒരു ഷാർപ്പായ കണ്ണാടി പീസ് വെച്ച് ഈ ലേഡീന്റെ കഴുത്ത് തന്നെ അറുത്തു കളയുന്നു. ഇത് കണ്ടതും ആ ശിഷ്യൻ അവിടെ നിന്ന് ഓടുന്നു. അതേസമയം ഇപ്പുറത്തെ സൈഡില് മന്ത്രവാദിക്ക് എന്ത് പറ്റിയേ എന്ന് അവിടെ ചെന്ന് നോക്കിയതും മന്ത്രവാദിന്റെ ശരീരത്തിലുണ്ടായിരുന്ന എല്ലാ എല്ലും ഒടിഞ്ഞ് ഭയങ്കര കൊടൂരായി മരിച്ചു കിടക്കുന്നു. ഇയാൾക്ക് ഈ അവസ്ഥയാണെങ്കിൽ ഇയാളുടെ കൂടെയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ലൈറ്റും ഓഫായി പോകുന്നു. ക്യാമറയിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് ചുറ്റും നോക്കിയതും അവിടെ ഉണ്ടായിരുന്ന ഒരു ശിഷ്യന്മാരെയും കാണുന്നില്ല. ആകെ ഈ ക്യാമറാമാനും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ക്യാമറാമാനും പിന്നെ ഒരു ശിഷ്യനും മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഇവർ നിന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ആരോ പുറകിൽ നിന്ന് മുരണ്ടും കൊണ്ടിരിക്കുന്നു. ഇവരും തിരിഞ്ഞ് അതെന്താണെന്ന് നോക്കി പെട്ടെന്ന് തിരിഞ്ഞ് ഫ്രണ്ടിലോട്ട് നോക്കിയതും ഇവരുടെ മുന്നിലുണ്ടായ ശിഷ്യൻ നേരെ പാഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന ക്യാമറമാന്റെ കഴുത്ത് കടിച്ചു പറിച്ചെടുക്കുന്നു. ഇത് കണ്ടതും കൂടെ ഉണ്ടായ ക്യാമറമാൻ അവിടെ നിന്ന് ഇറങ്ങി കാട്ടിലോട്ട് ഓടുന്നു. അതേസമയം ഇപ്പുറത്തെ സൈഡില് നായികയുടെ വീട്ടിലും ഒരു ക്യാമറമാൻ ഉണ്ടായിരുന്നില്ലേ, ആ ക്യാമറമാൻ നായിക ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് നോക്കാനായി പോയതും നായിക തൊട്ടിലുണ്ടായ കുഞ്ഞിനെ പച്ചയ്ക്ക് കടിച്ചു നിന്നോണ്ടിരിക്കുന്നു. ഇത് കണ്ടതും ഈ ക്യാമറമാനും ഒരു റൂമിൽ പോയി ഒളിക്കുന്നു. പക്ഷെ ഈ ക്യാമറമാൻ എവിടെ തന്നെ പോയി ഒളിച്ചാലും നായിക അത് നിസ്സാരമായി കണ്ടുപിടിച്ച് അവിടെ വന്ന് അയാളെയും കൊന്നു കളയുന്നു. ഇപ്പോഴത്തെ സൈഡിൽ ഫാക്ടറി കാണിക്കുന്നു. നായികയുടെ അമ്മ ഇപ്പൊ ഭായൻ ദൈവം എന്റെ ശരീരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഡീമൻസിനെ നമുക്ക് തടയണമെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കൊരു പൂജ ചെയ്യണം, അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കുക എന്ന് അവിടെയുള്ള ശിഷ്യന്മാരോട് പറയുന്നു. അതേസമയം കാട്ടിലോട്ട് ഒരു ക്യാമറമാൻ ഓടിയില്ലേ, അയാളെ ഒരു പ്രേതം വന്ന് തുരത്തിക്കൊണ്ടിരിക്കുന്നു. ഇയാളും അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ഈ പ്രേതം ക്യാമറമാനെ പിടിച്ച് കടിച്ച് കീറാൻ നോക്കുന്നു. ഈ ക്യാമറമാനും ആ പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അവസാന ഒരു ഘട്ടത്തിൽ ആ ക്യാമറമാൻ ആ പ്രേതത്തിന്റെ കയ്യിൽ നിന്നും കൊതറി ഓടുന്നു. പക്ഷെ ഈ ക്യാമറമാൻ തന്നെ ഒരു ട്വിസ്റ്റ് വരുന്നു. ഒരു പ്രേതത്തെ ഡീൽ ചെയ്തുകൊണ്ടിരുന്ന ഇയാളുടെ മുന്നിലോട്ട് 2-3 പ്രേതങ്ങൾ വരുന്നു. ഈ ക്യാമറമാനും രക്ഷപ്പെടാൻ ഇനി വേറൊരു വഴിയില്ല എന്ന് കണ്ടതും ഓടാണ്ട് അവിടെ തന്നെ കിടക്കുന്നു. പക്ഷെ ഈ 3 പ്രേതങ്ങളും ഇവനെ ഉപദ്രവിക്കാണ്ട് ഈ പ്രേതങ്ങൾ എന്തോ കണ്ട് പേടിച്ചതുപോലെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ക്യാമറമാനും അതെന്താണ് എന്ന് തിരിഞ്ഞു നോക്കിയതും ഈ പ്രേതങ്ങൾ പേടിച്ച് പുറകോട്ട് പോയത് തന്നെ നായികയെ കണ്ടിട്ടാണ്. നായികയും ഈ ക്യാമറമാന്റെ കൊടലെല്ലാം വലിച്ച് പുറത്തിട്ട് കൊടൂരായി കൊല്ലുന്നു. ഇപ്പുറത്തെ സൈഡില് ഫാക്ടറിന്റെ ഉള്ളിൽ പൂജ നടത്താണ് എന്ന് പറഞ്ഞ് എല്ലാവരുടെ കയ്യിലുണ്ടായ ചന്ദനത്തിരി അവിടെ ഉണ്ടായിരുന്ന മണ്ണിൽ തലകീഴായി കുത്തിവെക്കുന്നു. ഇത് കണ്ടതും അവിടെ ഉണ്ടായ ശിഷ്യന്മാർ ഈ ലേഡി എന്ത് ചെയ്യാണ് എന്ന് പറഞ്ഞ് പരസ്പരം
പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കൂട്ടത്തിലുണ്ടായ ഒരു ശിഷ്യൻ അവന്റെ തല തന്നെ മതിലിൽ പോയി ഇടിച്ച് സ്വയം ഇടിച്ചിടിച്ച് തന്നെ മരിക്കുന്നു. അവൻ മാത്രമല്ലാണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ശിഷ്യന്മാർക്കും പ്രേതം പിടിച്ചതുപോലെ തറയിലിരുന്ന് ഉരുണ്ടുകൊണ്ടിരിക്കുന്നു. ചിലവര് പ്രാന്തന്മാരെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാണ്ട് ഈ കൂട്ടത്തിലുണ്ടായ ചേട്ടനും പ്രേതം പിടിക്കുന്നു. അവസാനം ഈ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്യാമറമാന്റെ കഴുത്തന്നെ കടിച്ചെടുക്കുന്നു. എന്നിട്ട് ആ ബിൽഡിങ്ങിന്റെ പൊക്കത്തുനിന്ന് താഴോട്ട് ചാടി സൂയിസൈഡ് ചെയ്യുന്നു. ബാക്കി ഉണ്ടായിരുന്ന ക്യാമറാമാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് അവിടെ നിന്ന് പോകാൻ പോകുന്ന സമയത്ത് നായികയും ഈ മന്ത്രവാദിന്റെ ശിഷ്യന്മാരുണ്ടായിരുന്നില്ലേ, അവർക്കും പ്രേതം പിടിച്ച് നായികയുടെ കൂടെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഈ ക്യാമറാമാനും അവന്റെ ഫ്ലാഷ് ലൈറ്റ് കണ്ട് അവരുടെ കണ്ണിൽ പെടണ്ട എന്ന് വിചാരിച്ച് നൈറ്റ് വിഷൻ ക്യാമറ ഓൺ ചെയ്ത് ഒരു സ്ഥലത്ത് പോയി വിളിക്കുന്നു. ആ സമയത്ത് നായികയുടെ അമ്മ നായികയെ നോക്കിയിട്ട് ഭയങ്കര ബോൾഡായി, നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല, എന്റെ ശരീരത്തിൽ ഭയം ദൈവമുണ്ട് എന്ന് പറഞ്ഞ് നായികയെ നോക്കി ഒരുമാതിരി ചിരിച്ചോണ്ടിരിക്കുന്നു. അതുകൂടാണ്ട് നായികയുടെ തലയിൽ കൈവച്ച് ചില മന്ത്രവാക്കുകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് നായികയും റിയാക്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് നായിക അവളുടെ നോർമൽ സ്റ്റേജിലോട്ട് വന്ന് അമ്മ എന്നോട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ശരീരം മൊത്തം വേദനിക്കുന്നു എന്ന് പറഞ്ഞതും ഇത് കേട്ടതും എന്റെ മോള് പഴയ സ്റ്റേജിലോട്ട് വന്ന് എന്ന് വിചാരിച്ച് നായികയുടെ അമ്മ ഒന്ന് ഡൈവേർട്ട് ആയതും നായിക സ്വന്തം അമ്മയാണെന്ന് പോലും നോക്കാണ്ട് കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നു. ആ ലേഡിയും താഴെ കുഴഞ്ഞു വീഴുന്നു. നായികയുടെ അമ്മ മരിച്ചെന്ന് വിചാരിച്ചെങ്കിലും ഇപ്പോഴും ജീവനുണ്ട്. അപ്പോഴും നായികയുടെ അമ്മ എന്റെ മോളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതും നായിക സൈഡിലുണ്ടായിരുന്ന ഒരു മണ്ണെണ്ണ ക്യാൻ എടുത്ത് അതിലുണ്ടായിരുന്ന മണ്ണെണ്ണ മുഴുവനും ഇവളുടെ അമ്മന്റെ മേത്തോട്ട് ഒഴിക്കുന്നു. ഇതെല്ലാം സൈഡിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കാണ്ട് ക്യാമറമാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീ കത്തിക്കാൻ പോയതും നായിക ഈ ക്യാമറമാൻ സൈഡിൽ ഒളിച്ചിരിക്കുന്നത് കാണുന്നു. അവളുടെ അമ്മേന്റെ മേത്ത് തീ ഇട്ട് നേരെ ഈ ക്യാമറമാന്റെ സൈഡിലോട്ട് ഓടി വന്ന് അയാളെയും കടിച്ചു കീറി കൊല്ലുന്നു. അയാളുടെ കയ്യിലുണ്ടായ ക്യാമറ സൈഡിലോട്ട് തിരിഞ്ഞതും അവിടെ ഒരു റിച്വൽ ചെയ്ത ഒരു ബൊമ്മ കാണുന്നു. ഈ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ ഷാമൻ ലേഡി മരിക്കുന്നതിന് മുമ്പ് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ എന്നെ കൊണ്ട് ആ ഡീമൻസിനെ നശിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതുകൂടാണ്ട് എന്റെ ശരീരത്തിൽ ഭയം ദൈവം ഉണ്ടോ എന്ന് അതിലും എനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്ന് ഭയങ്കര സങ്കടത്തോടെയാണ് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിങ്ങനെ കാണിച്ചാണ് മൂവി തന്നെ അവസാനിപ്പിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.